Good afternoon to all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Yeah, good afternoon. Okay, start here. Start with prayer. Referee and sign. Dear Heavenly Father, thank you for this wonderful day. We thank you for the gift of life and all the blessings. We are grateful for the chance to learn and grow. Please bless our teachers as they guide us and help us to listen, work hard, and be kind to one another. Fill our hearts with joy, our minds with knowledge, and our spirits with peace. May we use what we learn to make the world a better place. This all we pray in the name of God. Sign in. I wish a good day to the respected teacher and my dear friends who are leading today class, and I hope everyone can understand what is being taught well. Thank you. Thought. Trust your journey. Progress takes time, but it never goes unnoticed. I repeat, trust your journey. Progress takes time, but it never goes unnoticed. Okay, then how are you all? Hope you all doing well. Okay. Fine, ma'am. Okay, Manchu. Okay. Lunch ഒക്കെ കഴിച്ചോ എല്ലാവരും? Yes, ma'am. Yes, കഴിച്ചു. ഇന്നത്തെ ക്ലാസ് അല്ല, അറിയാലോ അല്ലേ? കഴിച്ചിട്ടില്ല? ഞാൻ ഏതൊരു ക്ലാസ്സിലാ നോമ്പാണ്. ഏതൊരു ക്ലാസ്സിൽ ഇങ്ങനെ കഴിച്ചോ വെച്ചിട്ടില്ലാന്ന് പറഞ്ഞു. ഞാൻ എന്താ കഴിക്കാൻ നോമ്പാണ്. ഞാനങ്ങനെ വിട്ടു. പക്ഷെ പോർട്ടോ. ഓക്കെ, പിന്നെന്താണ്? പ്രത്യേകിച്ച് എന്തൊക്കെ പറയാനുണ്ടോ? എന്ത് പറയാനല്ലേ? എങ്ങനെയുണ്ട്? ചൂടൊക്കെ എങ്ങനെയുണ്ട്? ഭയങ്കര ചൂടാണോ? മാം, ഉത്സവം എങ്ങനെയുണ്ട്? ഉത്സവം നന്നായി. ഞങ്ങൾ ഉത്സവത്തിന് ചുമ്മാ പോയി. ഞങ്ങൾക്കന്ന് ഓഫായിരുന്നു. മീൻസ് ഒരു ആഫ്റ്റർനൂൺ ഒരു മണിക്ക് 1:30 ആയപ്പോഴും ഞങ്ങൾക്ക് പോയി. സാരി ഉടുത്തിട്ട് നല്ല സുന്ദരിയായിണ്ടായിരുന്നു മിസ്. ഫിൽറ്ററാണത്, എന്റെ ഒറിജിനൽ അല്ലത്, ഫിൽറ്ററാണ്. വെയിലത്ത് നിന്ന് പിക്കെടുത്തു. ചുമ്മാ ഒരു മെമ്മറീസ് അല്ലേ? നെക്സ്റ്റ് ഇയർ ഒക്കെ നമ്മള് ഉത്സവത്തിന് വരുമോ ഇല്ലയോ എന്നൊക്കെ അറിയില്ല അല്ലെ? അതെല്ലാം ജസ്റ്റ് മെമ്മറീസ് ആണ്. പോലെ ഇൻസ്റ്റയിലാകുമ്പോ ഉണ്ടാകും. ഇൻസ്റ്റ ബാൻ ചെയ്യുന്ന വരെയും ഇൻസ്റ്റയിൽ അത് പിക്കൊക്കെ ഉണ്ടാവും. ചുമ്മാ ഒന്ന് പോസ്റ്റ് ചെയ്തു. എല്ലാം കാണുന്നുണ്ട് അല്ലേ? ആരൊക്കെയൊക്കെ കാണുന്ന കുറെ ഫോളോവേഴ്സ് ഉണ്ട്. എല്ലാം സ്റ്റുഡൻസ് ആണെന്ന് എനിക്കറിയാം. പക്ഷെ ഒരെണ്ണം കിട്ടിയില്ല. ലൈക്ക് ചെയ്യുന്നുണ്ട്, കമന്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആരാണ്, ഏത് ബാച്ച് ആണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അത് മെസ്സേജ് ചെയ്യാണെങ്കിൽ അറിയാൻ പറ്റും, അല്ലാതെ ഞാൻ അറിയില്ല. മഞ്ജുക്കറിയാം. മഞ്ജു ഞെട്ടണ്ട, മഞ്ജുക്ക് നല്ലോണം അറിയാം. ഓക്കെ, ഇനി വേറെ ആരെങ്കിലും കേട്ടോ? ദിവ്യ എനിക്കറിയാം. ദിവ്യ വിനീഷ്. പിന്നെ ആരൊക്കെയാണ്? കുറച്ചു പേരൊക്കെ മാത്രമേ അറിയൂ. എല്ലാം കാണുന്നുണ്ട്. ഓക്കെ, പിന്നെന്താണ്? എങ്ങനെയുണ്ട്? ചൂടൊക്കെ എങ്ങനെയുണ്ട്? ഭയങ്കര ചൂടാണോ? യെസ് മാം. ചൂടാ. ഇത് ഫെബ്രുവരി, ചൂടില്ല എന്നൊക്കെ പറയുന്നത്. ഫെബ്രുവരി ആണ്, ചൂട് കൂടാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പോഴേ സഹിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പൊ ക്ലാസ്സിലേക്ക് പോയാലോ? ദിവ്യ ആണ് ഇൻസ്റ്റയിൽ തന്നെ. ഞാൻ കാണുന്നുണ്ട് ദിവ്യ, എനിക്ക് അറിയാം. ദിവ്യ ഫുൾ എന്താണ് റീൽസ് ഉണ്ട്. ഞാൻ ലൈക്ക് ചെയ്യാറുണ്ടോ? പൊതുവേ വീഡിയോസ് ഒന്നും ലൈക്ക് ചെയ്യാറില്ല കേട്ടോ. മറന്നുപോകും. ചെയ്യാത്തോണ്ട് എനിക്ക് വലിയ പരിചയമില്ലാത്തോണ്ട് ഞാനത് മറന്നു പോകും. അതുകൊണ്ട് ലൈക്ക് ഇല്ല, ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചാലും വിഷമിക്കൊന്നും വേണം കേട്ടോ. ഞാൻ അങ്ങനെയാണ്.
കാരണം പൊതുവെ ഒരു വീഡിയോസ് ഞാൻ ലൈക്ക് ചെയ്യാറില്ല. എനിക്ക് മുന്നേ വരെ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ഇപ്പൊ പിന്നെയും സ്റ്റുഡൻസ് ആണല്ലോ എന്ന് ചോദിച്ചാൽ ഞാൻ ലൈക്ക് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി അഥവാ ഞാൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കരുത് എന്നാ ഞാൻ പറഞ്ഞു. ഓക്കെ, പിന്നെന്താ സാറിലൊക്കെ പറയാനുണ്ട്? ചുമ്മാ നിങ്ങൾ സംസാരിക്കൂ, ഇങ്ങനെ മിണ്ടാതിരിക്കുന്നെന്താ? ക്ലാസ്സിൽ അധികം എന്താണ് ആക്റ്റീവ് ചെയ്യല്ല. ചിക്കുമ്പോൾ മിണ്ടുന്നില്ല. പിന്നെന്താണ് മഞ്ജുരാജ് സംസാരിച്ചേ നമ്മൾ നിർത്താൻ പറയേണ്ടി വരും. മാം ഞാൻ കുക്കിങ്ങിലാണ്, അതുകൊണ്ടാണ് മിണ്ടാത്തത്. ഞാനിവിടെ ഉണ്ട്. ഇവിടെ ഉണ്ടായിരുന്നോ? ചിക്കുമ്പോൾ കുക്കിങ്ങിലാണ് കേട്ടോ. ആ മാം ഇവിടെ നോമ്പല്ലേ, അപ്പൊ ടൈമിംഗ് വ്യത്യാസമാണ്, അത് കാരണം. മഞ്ജുചേച്ചിക്ക് മൈക്ക് കിട്ടിയില്ല. ഇല്ല, എനിക്ക് മൂഡ് ഓഫ് ആയിരുന്നു. ഞാൻ ഭയങ്കര ടയേർഡാണ്. ചേച്ചി ഉത്സവത്തിന്റെ പുറകിലായിരുന്നു, അതാ ക്ഷീണമായിപ്പോയി. അതെ, സൈഡായിപ്പോയി. ഇല്ല മിസ്സേ, എല്ലാ ദിവസവും പ്രശ്നങ്ങൾ, ടെൻഷൻ. ഇനി അതെ, ഉത്സവം അതും കൂടി തീരണം, എന്നാലേ രക്ഷയുള്ളൂ. ഈ മാസം മൊത്തം ബിസിയാ. എക്സാം എപ്പോഴായിരിക്കും മിസ്സേ? അതാണ് രണ്ടും കൂടി, അതാണ് ഒരു ടെൻഷൻ. എക്സാമും വരും, ഉത്സവവും നടക്കും. ചോദിച്ചാലുണ്ടല്ലോ എക്സാം ഉണ്ട്, ടെൻഷൻ അടിക്കുന്നേ. അതല്ല മിസ്, മാർച്ചിലായിരിക്കോ? അല്ല, അതല്ല എക്സാം ടെൻഷൻ അല്ല, മാർച്ചിലായിരിക്കും. ഫെബ്രുവരി വരുമോ? ആ ഭാഗ്യം. അതാ, എനിക്ക് ഫെബ്രുവരിയിലൊക്കെ ഞങ്ങളുടെ ഇവിടെ അടുത്തൊരു അമ്പലം ഉണ്ട്, വെടിക്കെട്ട. ഞാൻ പോകാറില്ല, എന്നാലും ഉത്സവം എന്ന് പറയുമ്പോ ഇവിടെ ഭയങ്കര എക്സാം കാരണം ഉത്സവത്തിന് പോകാൻ പറ്റുമോ എന്നുള്ള പേടിയില്ല ചേച്ചി. മഞ്ജു മറ്റേ ഉത്സവ കമ്മിറ്റിയിലുണ്ടോ? ഫുള്ള് ഭാരം മഞ്ജുവിന്റെ തലയിലാ. കമ്മിറ്റിയിലൊന്നുമില്ല. ഞാൻ എന്നാലും എല്ലായിടത്തും ഭയങ്കര അറിയാലോ, നിനക്ക് അറിയാലോ, ഇപ്പൊ ഇവിടെ തന്നെ ഉണ്ടില്ലേ അതുപോലെ. അതിലൊക്കെ നിന്ന പറഞ്ഞ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പോകാണ്ടിരിക്കാൻ പറ്റില്ല. നമുക്ക് എപ്പോഴും എവിടെയും ചെല്ലാണ്ടിരിക്കരുതല്ലോ ഒരു കാര്യത്തിന് ചേർന്ന് കഴിഞ്ഞാ. അപ്പൊ സമയം കിട്ടിയില്ലെങ്കിലാന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ചേരാറില്ല എല്ലായിടത്തും. എന്നിട്ട് സമയം ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും എല്ലായിടത്തും പോയി പങ്കെടുക്കുകയും ചെയ്യും. അങ്ങനെ കുറെ നാൾക്ക് ശേഷമാണ് ക്ലാസ്സിൽ കയറുന്നത്. വെറുതെ ചുമ്മാ ഒന്നുമില്ല, ഉത്സവത്തിന്റെ കാര്യങ്ങളൊക്കെ പറയാം. അന്നദാനം കഴിച്ചിട്ട് ആകെ തളർന്നു പോയിരുന്നു. മഞ്ജുവിന്റെ കമന്റ് കൊള്ളാം. ആര് തളർന്നു പോയ കാര്യം പറഞ്ഞു? ഞാൻ പിന്നെന്താ പറയാ മിസ്സേ, മറ്റന്നാള് ഞങ്ങളുടെ മോളുടെ സ്കൂളില് 21 സ്പോർട്സ് മീറ്റ് ഉണ്ട് കേട്ടാ, പാരന്റ്സിന്റെ. എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം, സമ്മാനം അടിച്ചോണ്ട് വരാം. ഉണ്ടോ? എന്തൊക്കെ മത്സരം ഉണ്ടെന്ന് അറിയത്തില്ല, ഇപ്പൊ ഭയങ്കര ആക്റ്റീവ് അല്ലേ. മഞ്ജുവിന് ട്രോളൊന്നും കേട്ടോ. എന്റെ മുഖം കണ്ട വല്ലാണ്ടിരിക്കണേ, അതാ ഞാൻ പിന്നെ ക്യാമറ ഓൺ ചെയ്യാതിരുന്നത്. ഭയങ്കര മൂഡ് ഓഫ് ആയോണ്ട്. മിസ്സിനെ അന്ന് കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതാ ഞാൻ പിന്നെ മിണ്ടിയതൊന്ന്. ശിവരാത്രിയുടെ പിറ്റേ ദിവസം തിങ്കളാഴ്ച ആ മിസ്സിനെ കാണാൻ അടിപൊളിയായിരുന്നു. അപ്പൊ എനിക്ക് മിണ്ടാണ്ടിരിക്കാൻ തോന്നണില്ല. എന്താ പറയണ, അവിടെ ഫംഗ്ഷനിലാണെങ്കിലും ഒന്ന് മിസ്സിനോട് അന്ന് മിണ്ടണമെന്ന് തോന്നി. അതാ ഞാൻ പിന്നെ കേറി. ഇടയില് ക്ലാസ് ഒന്നും കേൾക്കാൻ പറ്റിയില്ല, ഹെഡ്സെറ്റ് കംപ്ലൈന്റ് മിസ്, അതാണ് ഹെഡ്സെറ്റ്. അപ്പൊ ഇടക്ക് ഇല്ല മിസ്സേ, കേൾക്കാറുണ്ട്. മിസ്സിന്റെ പ്രാർത്ഥന മാത്രം ഉണ്ടായാൽ മതി, ഞങ്ങള് ജയിക്കും. അപ്പൊ പഠിക്കണ്ടേ ചേച്ചി? അവരവരുടെ കടമ അവരവര് ചെയ്യണം. നിങ്ങള് തോറ്റ ചരിത്രം ഇല്ല എന്നാണ് എന്റെ അറിവ്. അതല്ല മിസ്സേ ഞാൻ പറയണേനെ, മിസ്സിന്റെ പ്രാർത്ഥന ഉണ്ടാവണം. പിന്നെ നമ്മള് പഠിക്കുകയും വേണം, അല്ലാണ്ട് പ്രാർത്ഥിച്ചിട്ട് കാര്യം എന്താ? താമ്പാതി ദൈവംപാതി. അതെ അതെ, ഞാൻ അമ്പലത്തിൽ പോകണ്ടെങ്കിലും ഭയങ്കര ഭക്തിയൊന്നും അല്ല കേട്ടോ. എല്ലാരെയും കാണാനും വർത്താനം പറയാനും ഓണത്. അത് മനസ്സിലാവുന്നുണ്ട്. ജസ്റ്റ് അമ്പലത്തിൽ അങ്ങനെ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് പുറത്ത് ചാടുന്നതാ. അടുത്ത് ഉള്ള അമ്പലം ജസ്റ്റ്, അല്ലാണ്ട് ദൂരെ ഒന്നും പോകാറില്ല. തൊട്ടടുത്തുള്ള അപ്പൊ ജനിച്ചു വളർന്നുകൊണ്ട് എല്ലാരെയും കാണാനൊക്കെ പറ്റും. അങ്ങനെ ടീച്ചറെ, ഞാൻ വാതുറക്കണം മിണ്ടൂലെന്ന് ടീച്ചർക്ക് അറിയാലോ. ഓക്കെ, എന്നാ ഞാൻ ഓക്കെ. ഞാൻ പറഞ്ഞു, അതെ സംസാരിക്കും
വയനാട്ടാണത് വീണ്ടും മഞ്ജു മെക്കിയൻ ട്രോളുന്നു മഞ്ജുവിനെ. എന്താ മിസ്? ഞാനതൊന്നും കാണാനില്ല. അവിടെ കിടന്ന് ട്രോളിക്കോട്ടെ. മറ്റേ ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പ് ഉണ്ട്, അതിലിട്ടോളാൻ പറ. അപ്പൊ അത് കണ്ട് ചിരിക്കുമെങ്കിലും ചെയ്യാം. ഞാനതൊന്നും നോക്കിയില്ല. ഓക്കെ. ബിൻസിയുടെ ബർത്ത്ഡേ ആണോ? ബിൻസി ഹാപ്പിയസ്റ്റ് ബർത്ത്ഡേ. താങ്ക് യു മാം. താങ്ക് യു. ഉഷാറിലല്ലേ ബിൻസി? ചുമയാ, ചുമ ജലദോഷം. ഇന്ന് എന്റെ മോളുടെയും ബർത്ത്ഡേ ആണ് കേട്ടോ. മോളോട് ഞങ്ങളുടെ പേരിൽ ഒരു ബർത്ത്ഡേ വിഷസ് പറഞ്ഞേക്കും മാം. അറിയാലോ. സെയിം ഡേറ്റ് ആണ്. അപ്പൊ ബിൻസിയുടെയും മോളുടെയും സെയിം ഡേറ്റ് ആണ്. ഞാൻ മറക്കില്ല കേട്ടോ. എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ല, നാളെ ജനിച്ച നാളിന്റെയാണ്. ഡേറ്റ് ഓഫ് ബർത്ത് മാർച്ച് 5. ഓക്കെ. മയം നോക്കാൻ പോയ ഡിവോഴ്സ് പേപ്പർ കിട്ടും ഗായ്സ്. ഓക്കെ. പിന്നെന്താ, ചുമ്മാ ഒരു ക്ലാസ്. ഇനിയിപ്പോ നാളെയും പിന്നെ ക്ലാസ് തന്നെയാണ്. കണ്ടിന്യൂസ്ലി പഠിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ചുമ്മാ ഇങ്ങനെ. അൻവിത. ഓക്കെ, പേരൊക്കെ അറിയാവോ? പേരറിയാലേ? യെസ് മാം, ഒരു ദിവസം ചോദിച്ചിരുന്നു ഞാന്. ഞാൻ പറയാം കേട്ടോ. പിന്നെ എക്സാം അല്ല, ശനിയാഴ്ച ഒരു ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു. ടൈം പറഞ്ഞിട്ടില്ല. ഈവനിങ് ആയിരിക്കും എന്ന് പറഞ്ഞു. എപ്പോഴാന്ന് പറഞ്ഞില്ല. ശനിയാഴ്ച ക്ലാസ് വേറൊന്നല്ല, ട്യൂസ്ഡേ നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ലല്ലോ. അതല്ല, ടൈം എപ്പോഴായിരിക്കും? ഇല്ല, ട്യൂസ്ഡേയിലാണ് സാറ്റർഡേയിലേക്ക് മാറ്റിയത്. ടൈം 1:30. കുഴപ്പമില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലെ ഏക്കേണ്ടി വന്നു കഴിഞ്ഞാല് അയ്യോ മിസ്, അന്നാണ് എനിക്ക് സ്പോർട്സ്. കുഴപ്പമില്ല, കഴിഞ്ഞു വരും. ജോയിൻ ചെയ്യുന്ന പാവം കുട്ടി അല്ലേ? കഴിഞ്ഞു വരും. അപ്പോഴും ട്രോള് കിട്ടും, സമ്മാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ. ദൈവമേ, സാറിന് നിങ്ങളെല്ലാരും കൂടി സമ്മാനം തന്നാ മതി. ട്രോഫികളൊക്കെ കാണിക്കേണ്ടതാണ് വീഡിയോയില്. അതാ ഞാൻ പറഞ്ഞ, ഇനി അന്നത്തേക്ക് ഇനി ട്രോള് ഞാൻ തന്നെ അടുത്ത അടി മേടിക്കണം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാ. പിന്നെ എനിക്ക് അതൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് കുഴപ്പമില്ല, ഒന്നും കിട്ടിയില്ലെങ്കിലേ വരുമ്പോ കടയിൽ നിന്ന് എന്തേലും വാങ്ങിച്ചിട്ട് വന്നാ മതി. അതല്ല, ഞാൻ മേടിച്ചിട്ടുള്ള ഒരാളാ. അപ്പൊ പിന്നെ ഇനിയിപ്പം ഇപ്പൊ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പൊ നമ്മുടെ പ്രായത്തിന്റെ ഒരു ഇതാ. ട്രൈ ചെയ്യാ. കിട്ടിയാ കിട്ടി, പോയാ പോയി. അല്ല മിസ്സേ, ഓടാനൊന്നും പറ്റത്തില്ല. ചിലപ്പോ തലയും കുത്തി വീണാലോ. പണ്ട് ഞാൻ നല്ല ഓട്ടത്തിൽ എപ്പോഴും ഫസ്റ്റ് ആയിരുന്നു. ഇൻഡിവിജ്വൽ ചാമ്പ്യൻ ആയിരുന്നു മിസ്സേ +2. ഇപ്പം അപ്പം എന്താ പറയാ, സ്പോർട്സ് എന്ന് കേട്ടാ എനിക്ക് എന്റെ അമ്മോ, എനിക്ക് പ്രാണനാ. പിന്നെ എന്താ പറയണത്, അതുകൊണ്ട് ആ ഒരു ഇതുണ്ട്. എന്തെങ്കിലും ഒരു സമ്മാനം ഒരെണ്ണത്തിനെങ്കിലും കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. എന്താ പരിപാടി എന്നൊന്നും അറിയില്ല. അവിടെ ചെല്ലുമ്പോഴല്ല. യോഗ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഓടാൻ പറ്റുമോന്നറിയില്ല. ഞാൻ ഇതുപോലെ തന്നെ എവിടെയോ ഒരു പ്രാവശ്യം ഇതുപോലെ ചേർന്നായിരുന്നു കോളേജ് ആയപ്പോ. അപ്പൊ കല്യാണം കഴിഞ്ഞിട്ടെ കൊച്ചൊക്കെ ആയതിനു ശേഷം. പക്ഷെ ഓടിയിട്ട് എനിക്ക് എത്താൻ പറ്റിയില്ല മിസ്. അതിനു മുമ്പ് വരെ നമ്മൾ +2 കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ഡെലിവറി കഴിഞ്ഞിട്ടാണല്ലോ കോളേജ് ചേർന്നത് ഞാൻ. അപ്പൊ എനിക്ക് എത്താൻ പറ്റിയില്ല. പക്ഷെ ഞാനന്ന് ഷോർട്ട് പുട്ടിനും ജാവലിനും ഒക്കെ മേടിച്ചു സമ്മാനം കിട്ടി +. എന്നിട്ട് എന്റെ മോളാ മിസ്സേ സമ്മാനം കഴുത്തിൽ മേടിച്ചത്. ഇങ്ങനെ കിട്ടുമല്ല മെഡല്. അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു മെമ്മറിയാ. എനിക്ക് വേണ്ടി എന്റെ മോള് മേടിക്കുമ്പോഴത്തേക്കും കോളേജില് ഞാൻ കല്യാണം കഴിഞ്ഞ കുട്ടിയുള്ള ഒരു ആളുണ്ടായിരുന്നത്. മഞ്ജു എന്തായാലും അറിയാൻ കഴിഞ്ഞതിൽ സന്തോഷം. ഒരു സ്പോർട്സ് താരാണ്. താങ്ക് യു. അതുകൊണ്ട് ഞാൻ എവിടെയും വിടില്ല. അതിവിടെ എക്സ്ട്രാ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ഗെയിംസ് ഉണ്ടെങ്കിലും അങ്ങനെ ചേരും. പിന്നെ ഇവിടെ കുടുംബശ്രീയുടെ ഒക്കെ ബാലസഭ അങ്ങനെയൊക്കെ ഇല്ലേ മിസ്. പിന്നെ എവിടെ ഉണ്ടെങ്കിലും പിള്ളേരെ ഞാൻ കൊണ്ടുപോകും, പങ്കെടുപ്പിക്കാൻ കൊണ്ടുപോകും. എനിക്ക് ചേരാൻ നേരത്തെയൊക്കെ പറ്റണ്ടായതില്ല, ചേട്ടനും വിടത്തില്ലായിരുന്നു. ഇപ്പൊ ഞാൻ പിന്നെയും കളത്തിൽ ഇറങ്ങി തുടങ്ങി. അവളോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് പറയാൻ പറ, ഞാൻ അവളെ പപ്പടം വെക്കാന്ന്.
ട്രോൾ ചെയ്തല്ല, അതൊക്കെ ഒന്ന് ഇതാക്കിയത്. ചേച്ചി പ്രോത്സാഹിപ്പിക്കുക. എടാ എനിക്ക് സുന്ദരിക്ക് പൊട്ടുകുത്തലിന് ഫസ്റ്റ് കിട്ടി ഈ ഓണം സെലിബ്രേഷന് വയോമിത്രത്തിന്റെ പരിപാടിക്ക് കറക്റ്റ് ആയിട്ട് തൊട്ടു. വേണമെങ്കിൽ ഫോട്ടോ വീഡിയോ ഉണ്ട് അയച്ചുതരാം. അതൊക്കെ ഭയങ്കര ഒരു മെമ്മറിയാ മിസ്സേ. ഈ എനിക്ക് ഓർക്കാൻ വയ്യ ഞാൻ കുത്തുന്നത്. ഞാനിങ്ങനെ അമ്മയുടെ വയോമിത്ര മിസ്സേ. അപ്പൊ ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യാൻ ചേർന്നോണ്ട് അവരെന്നെ എല്ലാത്തിലും അതായത് പറഞ്ഞ എല്ലാത്തിലും ഞാനിങ്ങനെ ചാടിക്കയറി പങ്കെടുക്കും. അങ്ങനെ അപ്പൊ അവര് പറഞ്ഞപ്പോ ഞാനാണത് കോർഡിനേറ്റ് ചെയ്യണ്ടായിരുന്ന എല്ലാരും കുത്താൻ ലാസ്റ്റ് ഞാനും പോയി കുത്തി. എന്നെ കറക്റ്റ് ആയിട്ട് കുത്തി. എനിക്ക് സമ്മാനവും കിട്ടി. എന്തോ ഗിഫ്റ്റ് കിട്ടിയെന്ന് ഓർമ്മയില്ല. എന്തോ കിട്ടി. അതെവിടെയെങ്കിലും ഉണ്ടോ സമ്മാനം? എന്തോ ഷീൽഡ് ഉണ്ടോ? ഷീൽഡാണ് കിട്ടിയത്. ചെറിയ ചെറിയ സമ്മാനമാണെങ്കിലും നമുക്കത് ഭയങ്കര ഒരു കാര്യല്ലേ. മിസ് പറഞ്ഞില്ലേ ഫോട്ടോ മെമ്മറി ആണെന്ന്. അതന്നെ എനിക്കൊരു ഫോട്ടോ ഭ്രാന്താണ് മിസ്സേ. എപ്പോഴും ഫോട്ടോ എടുത്തോണ്ടിരിക്കും. ഇവിടെ ഞങ്ങൾ അയിനിയമ്പലത്തിലില്ലേ പൂർണിമ ഇന്ദ്രജിത്ത് വന്ന് ഇന്നലെ ലിയോണ എന്ന് പറഞ്ഞ ഒരു അത് വന്നു. എന്റെ ഭാഗ്യം എല്ലാവരും കൂടെ എങ്ങനെയെങ്കിലും സോപ്പിട്ട് ഫോട്ടോ എടുത്തിരിക്കും. ഇനി ഭാവിയിലൊരു സിനിമാ നടിയാവോന്ന് അറിയില്ല. ട്രോള് അയ്യോ കൊല്ല് കൊല്ല്. അല്ല വയസ്സാം കാലത്ത് അമ്മൂമ്മയുടെ ക്യാരക്ടർ എല്ലാം കിട്ടിയാലോ. അപ്പൊ ഞങ്ങൾക്കൊക്കെ പറയാലോ, ഞങ്ങളുടെ കൂടെ മോണ്ടിസോറി അതാ പറഞ്ഞു നിങ്ങൾ എല്ലാരും പഠിച്ച പറയൂ. അപ്പൊ അതേ മഞ്ജു ചേച്ചി ഞങ്ങളുടെ പഠിച്ചതും പറയും. മിസ്സേ അപ്പൊ നീ കോൺവെക്കേഷന് വരുമ്പോഴേ കൂടെ ഒരു ഫോട്ടോ എടുക്കണം കേട്ടോ. എന്നേലും സിനിമ നടി ആവുമ്പോ നമുക്കൊക്കെ സ്റ്റാറ്റസിടാലോ. ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ആവല്ലോ. അതെ കുറച്ച് കഴിയുമ്പം എന്താ പറയുക ചേട്ടന്റെ സ്വഭാവം പിന്നെയും പിന്നെയും മാറി മാറി വരും. അപ്പൊ ഞാൻ കളത്തിലോട്ട് പിന്നെയും ഇറങ്ങും. എന്റെ മിസ്സേ മിസ്സേ വായമൂട്ട പ്ലാസ്റ്ററുകളും വയ്യാതായി. മിസ് ആലോചിക്കുക എനിക്ക് എന്തിന്റെ കേടായിരുന്നു മഞ്ജുല്ലേ ചോദിച്ചത്. വിളിക്കണ്ടായിരുന്നു മഞ്ജു എന്ന് വിളിച്ചതാണ്. അതെ മിസ് കണ്ടില്ലല്ലേ ഞാൻ കേറിയത്. കണ്ടില്ല. അതോടാണ് ഞാൻ മെൻഷൻ ചെയ്തത്. അല്ലെങ്കിൽ മെൻഷൻ ചെയ്യില്ലായിരുന്നു. എന്റെ ഇതിലുള്ള കൂട്ടുകാരൊക്കെ പറഞ്ഞു ഞാൻ ഇല്ലെങ്കിൽ ഭയങ്കര ബോറടിയാണ് ക്ലാസ്. വെറുതെ പറഞ്ഞടാ. പിന്നെ ഇപ്പൊ മിസ് തന്നെ പറഞ്ഞല്ലേ ഇന്ന് ഒച്ചപ്പാടും വെള്ളം കേൾക്കണെന്ന്. മഞ്ജു ഇല്ലാന്ന് വിചാരിച്ച് പറഞ്ഞു പോയതാ. അയ്യോ സാരില്ല. ഇന്ന് എന്താ മിസ്സെ പഠിപ്പിക്കാൻ പോണ്? അതാണ് ഞാൻ പറയുന്നത്. എന്താ പഠിപ്പിക്കണ്ടേ? ഒന്നും പഠിക്കണ്ട മിസ്, വെറുതെ ഇരിക്കാല്ലേ. എനിക്ക് അതാ ഇഷ്ടം. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അറിയില്ല. ഇന്ന് പഠിക്കണോ? സംസാരിക്കാൻ മിസ്സേ. നമുക്ക് പരസ്പരം അറിയാൻ പാടില്ല മിസ്സേ. കുറച്ചു പേരെയൊക്കെ അറിയത്തുള്ളൂ. പാട്ടോ ഞാൻ ക്രിസ്മസിന് ഡാൻസ് വെച്ച് എങ്ങനെ ഉണ്ടായിരുന്നു മിസ് പറഞ്ഞില്ല. ക്രിസ്മസിന് എന്റെ ഡാൻസ് എങ്ങനെ ഉണ്ടായിരുന്നു പറഞ്ഞില്ലാന്ന്. ചേട്ടൻ അറിഞ്ഞിട്ടില്ല അറിയാവോ? എല്ലാരും മൾട്ടി ടാലന്റ് അല്ലേ. എല്ലാ കഴിവുകളും നിങ്ങൾക്ക് ഉണ്ട് ആലോചിച്ചു. ഞാൻ പപ്പാനിയായ മിസ്സേ. പിന്നെ ഞാൻ കണ്ടല്ലോ. ഇല്ല ഞാൻ പറയണേ ചേട്ടൻ അറിഞ്ഞൊന്നുമില്ല. പിന്നെ ചേട്ടന്റെ നമ്പർ കേട്ട ചേട്ടന്റെ ഞങ്ങൾ അയച്ചു കൊടുക്കാം വീഡിയോ. അത് മുഖം മൂടിട്ടോണ്ട് അറിയത്തില്ലല്ലോ. ഏത് മുഖം മൂടിയിട്ടാലും അറിയും. ആരാ പറഞ്ഞത് അത് അറിയില്ല എന്നൊക്കെ വെറുതെ തോന്നുക. ഞാൻ അങ്ങനെ ചെയ്യില്ലെന്ന് ചേട്ടൻ നല്ലോണം അറിയാം. വിശ്വാസത്തെ മുതലെടുത്തു. ഇല്ല ഞാൻ പറയും ഡാൻസ് കളിച്ചെന്ന് പറഞ്ഞില്ല. പപ്പാന്വേഷം ഉണ്ടെന്ന് പറഞ്ഞ എന്നെ ഓടിച്ചിടും. അപ്പൊ പിന്നെന്താ ചെയ്യാം? പാട്ടൊക്കെ പാടുന്നുണ്ടോ ആരെങ്കിലും? കഴിവുകളെ പുറത്തെടുത്താലോ കൊടുത്തിട്ടെടുത്താലോ? ഞാൻ എന്റെ കഴിവെല്ലാം പറഞ്ഞു മിസ്. ആർക്കെങ്കിലും എന്തൊക്കെ പറയാനുണ്ടോ? നമുക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഇനി നമുക്ക് കിട്ടുമെന്നൊന്നും അറിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ മാക്സിമം യൂസ് ചെയ്യാൻ നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ചെറുതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പോലും ഈ പ്ലാറ്റ്ഫോം ഭയങ്കര എന്താണ് നമുക്ക് അത്രയും വാല്യബിൾ ആയിരിക്കും. ഇപ്പോഴല്ല കുറച്ചുകൂടെ കഴിയുമ്പോൾ കോഴ്സ് കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾ അത് മാത്രമല്ല ഈ ഒരു ബോണ്ട് പിന്നീട് അങ്ങോട്ട് ഉണ്ടാവണമെന്ന് അറിയില്ല. ഉണ്ടാവില്ല കേട്ടോ. കാരണം എല്ലാവരും എല്ലാവരുടേതായ തിരക്കുകളിലേക്ക് പോകും. ഞങ്ങൾക്ക് ചിലരൊക്കെ ജോലി കിട്ടും. അങ്ങനെ ചെറിയ ചെറിയ തിരക്കുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ
കോൺവെർസേഷനോ അല്ലെങ്കിൽ ഈ ബോണ്ടിങ്ങോ ഒന്നും കിട്ടില്ല. അതുകൊണ്ട് മാക്സിമം എൻജോയ് ചെയ്യാം. കാരണം ഓരോ ബാച്ചിന്റെ എക്സ്പീരിയൻസ് ഞാൻ കേൾക്കുന്നത്. പണ്ടത്തെ പോലെ മിസ്സേ പണ്ടത്തെ ക്ലാസ്സിൽ മതിയായിരുന്നു എന്നൊക്കെ പറയും. അതുകൊണ്ട് ഞാൻ ചുമ്മാ നിങ്ങളോട് സംസാരിക്കാം. ഫുൾ ടൈം ക്ലാസ്സിനെക്കാളും ക്ലാസ് വേണം വേണ്ടെന്നല്ല, പക്ഷെ അതിനിടയിൽ കുറച്ച് നേരം സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് റിലാക്സ്ഡ് ആവും. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ ഓപ്പൺ മൈൻഡഡ് ആകും. അത് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ ധൈര്യം വരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ ഒരുപാട് മാറിയില്ലേ അല്ലെ? കോഴ്സിൽ ജോയിൻ ചെയ്ത അന്നത്തെ ആൾക്കാരാണോ നിങ്ങളിപ്പോ? ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു. അതെ മിസ്, നല്ലോണം മാറി. പിന്നെ എല്ലാവരുടെയും ഈഗോ ഒക്കെ പോയി മാം. മീൻസ് നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് പറഞ്ഞാൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, ആ ഒരു തോട്ട് നമുക്കിപ്പോ തീരില്ല. ഞങ്ങൾ ഭയങ്കര മൈൻഡ് ഫ്രീ ആയി. ഒരുപാട് പറ്റാതെ നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളുടെ ഫാമിലിയിൽ അറിയാൻ പറ്റും. ഹസ്ബൻഡിനോടോ മക്കളോടോ ചോദിച്ചാൽ അറിയാൻ പറ്റും. മാം, നമുക്ക് ഈ റീയൂണിയൻ പറഞ്ഞൊരു കാര്യം നമുക്ക് വരാറുണ്ടോ? റീയൂണിയൻ ടൈപ്സ് വരാറുണ്ടോ? നമ്മള് സ്മാർട്ട് ഷീൽ കണ്ടക്ട് ചെയ്യാറുണ്ടോ? റീയൂണിയനോ? ആ, ഇതുവരെ ഇല്ല കേട്ടോ. അപ്പൊ ഞങ്ങള് വെക്കും. എല്ലാം വ്യാസികനൊക്കെ പറഞ്ഞിട്ട് പോകുന്ന കാണുന്നുണ്ട്. പിന്നെ അവര് ഒന്നും കാണാനില്ല. ട്രാജഡി മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ റീയൂണിയൻ വെക്കുമ്പോ എല്ലാരും പല സ്ഥലത്തായിരിക്കുമല്ലേ. അപ്പൊ നമുക്ക് ഇതുപോലെ തന്നെ ഗൂഗിൾ മീറ്റ് വെക്കാം. എന്നിട്ട് ഓരോരുത്തരും ഹോട്ടലിൽ പോയി ഫുഡ് അടിക്കുക. എങ്ങനെയുണ്ട്? റീയൂണിയൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ ബാച്ചിന്റെ ഇതുവരെ ഉള്ള പിള്ളേരെ എല്ലാരും മൊത്തത്തിൽ മൊത്തത്തിൽ. അപ്പം എന്നാ ഒട്ടും നടക്കത്തില്ല. ഇത് പിന്നെ ഒരു 10 പേരെങ്കിലും വരും. ഇനി അവര് വരുമോ? ഇപ്പൊ കോൺവെക്കേഷൻ കഴിഞ്ഞു, അതിനുശേഷം റീയൂണിയൻ വെച്ച് നിങ്ങൾ അതിലൊക്കെ വരും. എവിടെ വെക്കും? ഓഫീസിലേക്കും. സ്ഥലം ഇപ്പൊ എവിടെയാണ് കോൺവെക്കേഷൻ എന്നൊക്കെ ചിലപ്പോ അവിടെയായിരിക്കും. എനിക്കറിയാൻ പാടില്ല മിസ്. എന്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. ചില ആൾക്കാർക്ക് ഈ പ്ലാറ്റ്ഫോം ഒരു ഡിഫറെന്റ് ഒരു മീൻസ് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്ത് പല ആൾക്കാരുണ്ടായിരിക്കും. ഒരു പേഴ്സൺ തൊട്ട് വേറൊരു പേഴ്സണിലോട്ട് മാറിയ ആൾക്കാരാണെങ്കിൽ അവർ ഡെഫിനറ്റ്ലി ഈ പ്ലാറ്റ്ഫോമിന് മറക്കത്തില്ല. അപ്പൊ അങ്ങനത്തെ ആൾക്കാർ ഡെഫിനറ്റ്ലി വരും എന്നാ എന്റെ പ്രതീക്ഷ എന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ ശ്രമിച്ചിരിക്കും. എന്താ വെച്ച് കഴിഞ്ഞാ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും വേറെ പ്രശ്നങ്ങളോ ഒന്നും വരാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ എന്തായാലും വരും, എല്ലാരെയും കാണും. ആ, അത് തന്നെ അറിയാൻ പാടില്ല മിസ്. വരണം ചേച്ചി. ചേച്ചി ഞങ്ങള് വെയിറ്റ് ചെയ്തിരിക്കുക നേരിട്ട് കാണാൻ. വരണമെന്ന് ആഗ്രഹമുണ്ട്. പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ വരും. ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ടല്ലേ ഞാൻ ചേർന്ന തന്നെ. അതുകൊണ്ട് മനസ്സിലായോ. പിന്നെ ഇവിടെ നിന്ന് പുറത്ത് ചേർന്നെങ്കിൽ ഇത്തിരി റിസ്കാ. പിന്നെ ഞാൻ ചേട്ടനെ കൊണ്ട് വരാൻ ശ്രമിക്കാം. ചേട്ടനോടൊപ്പം ആരും ഒന്നും പറഞ്ഞു കൊടുക്കരുത്, എന്നാ ഞാൻ വരാം. അവിടെ വന്നാൽ എന്തായാലും ഹസ്ബൻഡ് അറിയില്ലല്ലോ. അല്ല മിസ്സേ, അവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ചേട്ടനെ കണ്ടാ മതി. ഞങ്ങൾ മറ്റേ എന്താ പറയണത്, കപ്പിൾസ് എന്ന് പറയില്ലേ, എന്ത് കപ്പിൾസ് എന്ന് പറയണത്? കണ്ടാ നിങ്ങൾ അണ്ടം വിട്ടു. ഇപ്പോ റീച്ചർ പോയിരിക്കും. അപ്പൊ അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിക്കോളാം. അവിടെ നിന്ന് പുനിഷ്ടിട്ട് കുത്തരുത്. ഞങ്ങള് കട്ടയ്ക്ക് കൂടെ നിൽക്കും. ഞങ്ങൾ ആക്ട് ചെയ്തോളാം. ഏട്ടനേറ്റ് വന്നാൽ ഒന്നും ശരിയാവില്ല. നമുക്ക് അടിച്ചു പൊളിക്കാനൊന്നും പറ്റില്ലല്ലോ. കൊള്ളല്ല. അപ്പം ഞങ്ങളുടെ ഈ മഞ്ജുവിനെ നമുക്ക് അതല്ല, നമ്മൾക്ക് ഒരു ഇത് കിട്ടണം, അവരെ കാണിച്ചു കൊടുക്കണ്ടേ? വേണം. അവര് കാണണം. നമ്മൾ ഒന്നുമല്ലാന്ന് വിചാരിച്ചവര് അവര് കണ്ടിരിക്കണം. എന്തായാലും കോൺവെക്കേഷനും ആയിട്ടോ. രസാണ്, നമുക്കൊരു പ്രൗഡ് ഫീൽ ആണ്. ഏത് മന്ത് വരും? അതൊക്കെ അറിയോ? ഒക്ടോബറാ? ഫസ്റ്റ് എക്സാം കഴിഞ്ഞോ? ഇല്ല മാം, 3 ആഴ്ച കൂടെ ഉണ്ട്. ഇല്ലല്ലോ, അത് കഴിഞ്ഞ് ടേം 2 ഉണ്ട്. അത് കഴിഞ്ഞിട്ട് മെയിൻ എക്സാം ഉണ്ട്. റിസൾട്ട് അത് കഴിഞ്ഞിട്ട് കോൺവെക്കേഷൻ. ആഗസ്റ്റിലായിരിക്കും മിക്കവാറും എക്സാം എന്നാ പറഞ്ഞിരുന്നത്. ആൾക്കാരല്ലേ അതിനകത്ത് വരത്തുള്ളൂ മാം. ആഗസ്റ്റിലെ
മിസ്സേ ആഗസ്റ്റിൽ എക്സാം എന്നാ പറഞ്ഞ, ചിലപ്പോ അങ്ങോട്ട് സെപ്റ്റംബർ ആവാൻ സാധ്യതയുണ്ട് അല്ലേ? കേറി പോവാറുണ്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാ, ഒരു കൊല്ലത്തെ കോഴ്സ് എന്ന് പറയുമ്പോ. ഒരു കൊല്ലത്തെ കോഴ്സ് അങ്ങനെ ഒരുപാട് നിങ്ങൾക്ക് കയറാറില്ല. ഞങ്ങക്ക് ആഗസ്റ്റിലാണ് ഒരു കൊല്ലമാണെങ്കിൽ. അപ്പൊ എക്സാം കഴിഞ്ഞാ സെപ്റ്റംബർ ഒക്ടോബർ. ഒരു കൊല്ലോ 12 മാസത്തെ കോഴ്സ് ആണോ ഇത്? പിന്നെ അല്ലാണ്ട് PG വരും. അപ്പൊ ഓക്കെയാണ് ശരി. ഞാൻ PG മിസ്. PG ഞാനില്ല കേട്ടോ, എനിക്കറിയില്ല. ഇല്ല, ഞാൻ പറയണേ ഞാനും ആദ്യമായിട്ട് വന്നേക്കണേന്ന്, എനിക്കൊന്നും അറിയത്തില്ല. അപ്പോ ഈ സമയത്ത് കോൺവെക്കേഷൻ ടൈം എടുക്കാലോ പറഞ്ഞ് സെറ്റ് ചെയ്ത്. മിസ്സേ PG-കാരുടെയും ഇതും വേറെ വേറെ ആയിരിക്കോ ഇത് ഫംഗ്ഷൻ വെക്കണത്? ഇല്ല, ഒരു നിമിഷം. എന്നാ എല്ലാരെയും കാണാൻ പറ്റും. നല്ല രസം. വേറെ ആരും മിണ്ടണില്ല മിസ്സേ. പിന്നെ സുബി മിണ്ടി. ഞാനിങ്ങനെ വളവളാന്ന് വാവ് കൂട്ടാണ്ടിരിക്കും. ആരെങ്കിലും പാട്ട് പാടാൻ തയ്യാറായിട്ടുണ്ടാവും മിക്കവാറും. ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട്സിനൊക്കെ ചോദിച്ചപ്പോൾ ഈ കോഴ്സ് പഠിച്ച പിള്ളേർക്ക് ഭയങ്കര കുറച്ച് മീൻസ് ശമ്പളം മീൻസ് 15,000, 12,000, 10,000 ഒക്കെ അവർക്ക് ഫസ്റ്റ് സാലറി പേറോൾ കിട്ടുന്നത്. അത് കൂടാതെ കുറെ സ്കൂളുകൾ ഇങ്ങനെ മീൻസ് പൈസ കൊടുത്തിട്ട് ജോലി കിട്ടുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ അങ്ങനെ മീൻസ് ആക്ച്വലി എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. പേടിപ്പിക്കാനാണോ പറഞ്ഞത് ഞാൻ ചോദിച്ചു. ബിക്കോസ് നമ്മളൊരു ഉദ്ദേശത്തിൽ ഒരു ആഗ്രഹത്തിലല്ലേ നമ്മൾ പഠിച്ച് ജോലി കിട്ടുന്ന ഒരു ആഗ്രഹമില്ല. അപ്പൊ അതിന്റെ പുറത്ത് അവർ പറയുന്ന 5 ലക്ഷം രൂപ ചോദിക്കുന്ന മാനേജ്മെന്റ് സ്കൂൾസിലൊക്കെ ജോലി കിട്ടുക. അതുപോലെ പേ സൈക്കിൾ ഒത്തിരി കുറവാണ്, 10,000, 12,000 റുപ്പീസ്. അങ്ങനെയാണോ? മീൻസ് അതോ ലൊക്കാലിറ്റി ടു ലൊക്കാലിറ്റി ഡിഫർ ചെയ്യുമോ? യെസ് മാം. ഇപ്പൊ മാം ഇപ്പം ലൈക്ക് ഇത്രയും ബാച്ചിലുള്ള പിള്ളേരെ പഠിപ്പിച്ചല്ലോ. അപ്പം എല്ലാ പിള്ളേരും അവരവരെ എക്സ്പീരിയൻസും പഠിച്ചു കഴിഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസുകളും ഒക്കെ ഷെയർ ചെയ്യാറുണ്ടല്ലോ. അതുകൊണ്ട് മാമിനോട് തന്നെ ചോദിച്ചത്. പക്ഷെ ഇങ്ങനെ ഒരു അറിവ് എനിക്കില്ല കേട്ടോ. ഡൊണേഷൻ കൊടുത്തിട്ട് ജോബ് കിട്ടുന്നല്ലേ? മാം അങ്ങനെയാ മിക്കവാറും. ഇപ്പം അടുത്തൊക്കെ ഞാൻ അന്വേഷിച്ചപ്പോഴും കയറിയിരിക്കുന്ന നേരത്തെ ഓൾറെഡി കെയർ എത്തിയ ടീച്ചർമാരും അങ്ങനെയാ പറയാറുള്ളത്. അവർക്ക് അങ്ങനെയാ പൈസ കൊടുത്തിട്ട്. എനിക്കറിയാവുന്ന കുറച്ച് സ്റ്റുഡൻസ് അവരങ്ങനെ കയറിയതല്ല. ഇന്റേൺഷിപ്പിന് ഇവിടെ തന്നെ ഇന്റേൺഷിപ്പിൽ പോയി അവർക്ക് അവർക്ക് ഇഷ്ടമായിട്ട് അവരെ എഗെയിൻ തിരിച്ചു വിളിച്ചു, പ്ലേസ്മെന്റ് കൊടുത്തു. അങ്ങനെയാണ് മിക്കവരും. കേരളയിൽ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കേൾക്കുന്നത്. ഔട്ട് ഓഫ് കേരള അങ്ങനെ ഒന്നും ഇല്ല. നമ്മൾ ഡയറക്റ്റ് ഇന്റർവ്യൂ നോർമൽ അറ്റൻഡ് ചെയ്യുക, നമ്മുടെ ജോലി ഇഷ്ടപ്പെടുവാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് പേ സൈക്കിളും നമ്മുടെ എക്സ്പീരിയൻസ്ഡ് ബേസിലാണ് കിട്ടുന്നത്. പക്ഷെ നാട്ടിൽ വന്നപ്പോ തൊട്ട് അങ്ങനെ ഞാൻ കേൾക്കാറുണ്ട്, ഇവിടെയൊക്കെ ജോലി കിട്ടണമെങ്കിൽ പൈസ കൊടുക്കണം, പൈസ കെട്ടി വെക്കണം. ഇവിടെ ഡിമാൻഡ് കൂടുതലല്ലേ, അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ. അങ്ങനെയും ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെയും ഉണ്ട്. പക്ഷെ നമുക്ക് നമ്മുടെ സ്കില്ല് വെച്ചിട്ട് കയറാൻ പറ്റിയ ഷോപ്പുണ്ടാവും. കുറവാണെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയാ വരും. എല്ലാവർക്കും പിന്നെ ഗവൺമെന്റ് നമ്മൾ ആയിരിക്കും. പ്രൈവറ്റ് സെക്ടർ ആണെങ്കിലും ടീച്ചേഴ്സിന് വലിയ സാലറി സ്റ്റാർട്ടിങ് അങ്ങനെയാണ്. മിസ് എനിക്കൊരു ഡൗട്ട് ചോദിക്കാനുണ്ട്. ഈ നമ്മളിപ്പോ പ്രാക്ടിക്കലൊക്കെ ഉണ്ടാവില്ലേ, അതെപ്പോഴാണ് ഉണ്ടാവാ? 7 months കഴിഞ്ഞിട്ട് നമുക്ക് എപ്പോഴേലും കയറാം. ഇപ്പൊ ചെയ്യാൻ പറ്റും? ഞാനിപ്പോ നാട്ടിലുണ്ട്, ഇനിയിപ്പോ മാർച്ചിൽ പോകും, പിന്നെ വരാൻ പറ്റും? അങ്ങനെ നമുക്ക് അടുത്ത് പ്രാക്ടിക്കൽ വെക്കുന്ന ബാച്ച് ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ വരാൻ പറ്റും കേട്ടോ. ജിഷാമിസ് നമ്പർ ഉണ്ടോ കയ്യില്? ഇല്ല. ഞാൻ നോക്കിട്ട് പറയാം. ഇപ്പൊ നാട്ടിലെവിടെയാ? ഇവിടെ കൊടുങ്ങല്ലൂർ അപ്പുറം മതിലകം. ഇതിപ്പോ എനിക്ക് തോന്നുന്നു 14th ബാച്ചിന്റെ കഴിഞ്ഞു, പ്രാക്ടിക്കൽ കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു 15th ആയിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ നിരീക്ഷിച്ച് ഞാൻ പറയാം. കൂടെ വന്ന് പ്രാക്ടിക്കൽ പോയാൽ മതി.
മിസ്സൊക്കെ ഉണ്ടാവും അവിടെ വേറെ സ്ഥലത്താണോ? ഓൺലൈൻ ഇന്റേൺഷിപ്പ് ഉണ്ടല്ലോ, ഓൺലൈൻ ഞാനുണ്ടാവില്ല ഇന്റേൺഷിപ്പ്. കേട്ടോ. പ്രിയ ഞാൻ ഉണ്ടാവില്ല. ഞാൻ പ്രാക്ടിക്കലായിട്ട് ഒരു ബന്ധമില്ല. ഉഷ മാം ഉണ്ടാവും, പിന്നെ അപർണ മാം പേരുണ്ടാവും. മാം ഓൺലൈൻ ഇന്റേൺഷിപ്പ് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യാറുണ്ടോ? മീൻസ് ഓൺലൈൻ ഇന്റേൺഷിപ്പ് അറിവില്ല. ഇന്റേൺഷിപ്പ് ചെയ്യണമെന്ന് നിർബന്ധമാണോ? ഇവിടെ ഈ സമയമായതുകൊണ്ട് എക്സാം അല്ലല്ലോ അവിടെ, അതുകൊണ്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ചെയ്താൽ നല്ലതാണ്. കാരണം ചിലപ്പോ നമ്മൾ അവിടെ പോകുന്ന സ്കൂളിൽ എന്തെങ്കിലും വേക്കൻസി വരാണെങ്കിൽ നിങ്ങളെ തന്നെ വിളിക്കും അവര്. ഇവര് എങ്ങനെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ആ ഇന്റേൺഷിപ്പിലൊന്ന് പോകും, ആ സ്കൂളില് ഇഷ്ടമായി കഴിഞ്ഞാൽ പിന്നെ അവർ തന്നെ വിളിക്കും, അല്ലെങ്കിൽ അവിടെ സി കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്ന പറയാം. എന്നിട്ട് അവർ തന്നെ വിളിക്കും. ഇപ്പോ കുറച്ച് പേരൊക്കെ ഈ ഇന്ത്യയില് ജോലിക്ക് വരുന്നവരുണ്ട് ജൂണില്. മാമിന്റെ സജഷന് നമുക്ക് എപ്പോഴും അപ്ലൈ ചെയ്യേണ്ടത് ഇന്റേൺഷിപ്പിന്? മീൻസ് കറക്റ്റ് ടൈം എങ്ങനെ അപ്ലൈ ചെയ്യുന്നത്, ഒരു സജഷനോ ഒരു ഐഡിയ എന്തെങ്കിലും? നേരിട്ട് സ്കൂളിൽ പോയി ചോദിക്കാതോ ആപ്ലിക്കേഷൻ എന്തെങ്കിലും? മീൻസ് നമ്മൾ ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന പോലെ ബയോഡേറ്റ കൊടുത്ത് അങ്ങനെയാണോ ഇന്റേൺഷിപ്പിന് അപ്ലൈ ചെയ്യുന്നത്, അതോ നേരിട്ട് സ്കൂളിൽ പോയി ഓരോരോ സ്കൂളിൽ പോയി ചോദിക്കണോ? അത് എനിക്ക് അതിനെ കുറിച്ച് വലിയ ധാരണ ഇല്ല കേട്ടോ. ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യനോട് ആരും ഇതുവരെ ചോദിച്ചിട്ടില്ല. എന്റെ ഒരു അഭിപ്രായം പറയാം, എന്റെ ഒരു ഐഡിയ. ഞാൻ അവിടെയുള്ള ഇതുപോലെ ക്ലാസ് എടുക്കുന്ന ആൾക്കാരായിട്ട് ഫ്രണ്ട്സ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ പയ്യെ പോയി ചോദിച്ച് അങ്ങനെ ഒന്ന് കേറാലോ എന്നുള്ള ഐഡിയയിലാണ് ഞാൻ ഇരിക്കണത്. പോകാൻ പറ്റുമോന്ന് അറിയില്ല ഇതുപോലെ തന്നെ. ഇപ്പൊ ഞാൻ എന്റെ മോളുടെ സ്കൂളിലാണെങ്കിലും കുറെ നാളായിട്ട് PTAയിലൊക്കെ പ്രവർത്തിക്കുന്നതാണ്. അപ്പം ജസ്റ്റ് ഇപ്പൊ എന്റെ ഇത് കാണും, അവരോട് ഒന്ന് ചോദിച്ചു നോക്കണം ഇതുപോലെ സർട്ടിഫിക്കറ്റ് കൊടുത്ത് കിട്ടുമോന്ന് അറിയില്ല. അവിടെ സ്കൂളിൽ എനിക്കൊട്ടും പ്രതീക്ഷയില്ല. അതേ സമയത്ത് വേറെ സ്ഥലത്ത് ഇതുപോലെ പ്രീ സ്കൂൾ പഠിക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പൊ എന്നെ കാണുമ്പോൾ പുള്ളിക്കാരി പറയും, മഞ്ചേച്ചി കോഴ്സ് കഴിഞ്ഞ് വന്നോ, ഓക്കെ ആണെന്നാ പറഞ്ഞേക്കണേ എന്നോട്. നമ്മളിപ്പോ മനസ്സിലായ. അപ്പൊ അതുപോലെയുള്ള ഫ്രണ്ട്സിന് വല്ലതും ഒന്ന് ഓക്കെ നാട്ടിലെ ആക്കിയാ മതി. എനിക്ക് ഫ്രണ്ട്സേ ഇല്ല, ഫ്രണ്ട്സ്. മീൻസ് ഇപ്പൊ നമ്മള് വീട്ടുകാര്, ഇപ്പൊ എന്റെ ഫാദറിൻലോ, എന്റെ അച്ഛനും അമ്മയും ഹസ്ബൻഡ്, ഈ ഒരു ബൗണ്ടറി മാത്രമേ ഉള്ളൂ. വെളിയിലല്ലാതെ ഒരു ഫ്രണ്ട്സോ അങ്ങനെയില്ല. പിന്നെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലുള്ള കാണുന്ന ഇവരെ എല്ലാരും മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് വെളിയിൽ പോയിട്ട് സംസാരിക്കണമെങ്കിൽ, ഒരു ഇന്റേൺഷിപ്പിന് വേണ്ടി എനിക്ക് ചോദിക്കണമെങ്കിൽ, അപ്പം അതുകൊണ്ട് എങ്ങനെയാന്ന് ചോദിച്ചു പോയി സ്കൂളിൽ ഡയറക്റ്റ് സംസാരിക്കണോ അതോ എങ്ങനെ? മീൻസ് അതിനൊരു ടൈം ഉണ്ടായിരിക്കുമല്ലോ. ഞാൻ ഇന്റേൺഷിപ്പിനെ പക്ഷെ ഞാൻ ചോദിച്ചിട്ട് പറയാം. കാരണം ഒന്നും നമുക്ക് അറിയാത്തൊരു കാര്യം നമ്മൾ ചുമ്മാ ഇരുന്ന് പറഞ്ഞ കാര്യം ഞാൻ കറക്റ്റായിട്ട് അറിഞ്ഞിട്ട് പറയാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, എല്ലാ ബാച്ചിലെയും കുറച്ച് സ്റ്റുഡൻസ് എല്ലാം സ്കൂളിൽ കയറിയിട്ടുണ്ട്. അതല്ലാതെ ഞങ്ങൾക്ക് കുറച്ച് MT 5th ബാച്ച് അവരെന്താ ചെയ്തെന്ന് അറിയോ? അവരിതുപോലെ ക്ലാസ്സിലെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടല്ലോ, നിങ്ങളെ പോലൊക്കെ തന്നെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് അവര് ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു. ഓൺലൈൻ പ്ലാറ്റ്ഫോം ജിഷ മാം പറഞ്ഞായിരുന്നു ഇത്. ജിഷ മാം അത് ഐ തിങ്ക് നല്ലൊരു ഐഡിയ ആയിരിക്കും. കാരണം അവർക്കും ഇതുപോലെ തന്നെയാണ്. അതിലൊരു സ്റ്റുഡന്റ് ഉണ്ട് റിഷാന, ആൾക്കും ഇതുപോലെ നമുക്ക് പുറത്ത് പോയി ജോലി ചെയ്യാന്നുള്ളത് സെറ്റായില്ല. അപ്പൊ അങ്ങനെ എങ്ങനെ നമ്മൾ വീട്ടിലിരുന്നാണെങ്കിലും നമുക്ക് ഇരിക്കും കിട്ടും ആലോചിച്ചപ്പോ അവർ തന്നെ തോന്നിയ കുറച്ച് കാര്യങ്ങളാണ്. കാരണം അവർ ഓൾറെഡി മോണ്ടിസോറി ക്വാളിഫൈഡ് ആയ ടീച്ചേഴ്സ് ആണ്. അവർക്ക് അറിയാൻ പറ്റും സ്റ്റുഡന്റിനെ കൈകാര്യം ചെയ്യാൻ ഹാൻഡിൽ ചെയ്യാമെന്ന് അവർക്ക് അറിയാം. സോ ഇങ്ങനൊരു ആശയം പറഞ്ഞു, ഓക്കെയാണ്, അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. അവര് തന്നെ പറഞ്ഞത്, എന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ട് അവര്. വിശാലിനെ കോണ്ടാക്ട് ചെയ്ത് പറഞ്ഞു കാര്യമെടുക്കാം, നോക്കിയാലോ. ഓക്കെ, നമുക്ക് നല്ല കാര്യം. ചുമ്മാ സ്റ്റാർട്ട് ചെയ്തിരിക്കും, കിട്ടിയ എനിക്ക് പോയാൽ പോയി അല്ലെ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് ധൈര്യം വേണം. സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു മിസ്, ഞാനങ്ങനെ വിചാരിച്ചായിരുന്നു. ലോൺ എടുത്തിട്ടെ ചേട്ടനിങ്ങനെ പുറത്ത് വിടൂല എന്നുള്ളതുകൊണ്ട് പുറത്ത് ജോലിക്ക് വിടാൻ ഇഷ്ടമല്ല. അപ്പൊ സ്വന്തമായിട്ട് തുടങ്ങിയാൽ കുറച്ച് പേരെ കൂടി ഇതിൽ പിടിച്ചിട്ട് കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആവുകയും ചെയ്യും, എനിക്ക് ഇത് നടത്തിക്കൊണ്ടുപോവുകയും ചെയ്യും. നമ്മളൊരു എന്താണ് ഇൻഡിപെൻഡന്റ് പറ്റും. നമ്മുടെ ആഗ്രഹം, നമുക്ക് ആഗ്രഹിക്കുന്ന ഒരു പൊസിഷൻ ആണ് നമ്മുടെ ടീച്ചർ എന്ന് പറയുന്നത്. സോ ആലോചിക്കാം. ഞാനിങ്ങനെ ഓടി കിടക്കുന്ന ആളാണ്ട് ചിലപ്പം എനിക്ക് ഇഷ്ടമാണെങ്കിലും ചിലപ്പോ പുറത്തൊക്കെ പോകേണ്ടി വരും. അപ്പൊ പിന്നെ നമുക്ക് ആരുടെ ലീവൊക്കെ ചോദിക്കാൻ ബുദ്ധിമുട്ടായിരിക്കില്ല മിസ്. അപ്പൊ ഇതുപോലെ നമ്മൾ ഒരെണ്ണം തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൾക്കാരെ കുറച്ചുപേര് നമ്മളെല്ലാരും ഉണ്ടെങ്കിൽ, വേറെ സ്റ്റുഡൻസ് ഉണ്ടെങ്കിലേ മോണ്ടിസോറി ടീച്ചേഴ്സിനെ വെച്ച് കഴിഞ്ഞാൽ
നമുക്ക് ഫ്രീ ആവാലോ. അങ്ങനെ ചെയ്യാൻ പറ്റില്ല മിസ്? ചെയ്യാലോ. അതാണ് അതാണ് ഐഡിയ. നിങ്ങളെല്ലാരും എന്റെ മോണ്ടിസോറി ഐഡിയ ടീച്ചേഴ്സ് ആയിട്ട് വേറെ എന്റെ ഐഡിയ അതാണ്. എല്ലാം സഫലമായാൽ മതിയായിരുന്നു. നടക്കട്ടെ. പ്ലാനിങ് ഒക്കെ നല്ലതാണ്. ആലോചിക്കും. ചേട്ടനോട് പറഞ്ഞിട്ടില്ല കേട്ടാ. ചേട്ടനോട് പറഞ്ഞിട്ടില്ല. ഇത് കഴിഞ്ഞ് ജയിച്ച് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞിട്ടാണ് പറയാൻ. മിസ്, ഞാൻ എന്റെ മക്കള് പഠിക്കുന്ന സ്കൂളിൽ ചോദിച്ചു, പ്രിൻസിപ്പാളിനോട് ചോദിച്ചപ്പോഴും ഇങ്ങനെ ട്രെയിനിങ്ങിന് വരേണ്ട കാര്യം. അപ്പൊ ഇങ്ങനെ ഓൺലൈൻ എന്ന് പറഞ്ഞപ്പോ അവർക്ക് ഇത്തിരി ഒരു ഇൻട്രസ്റ്റ് കുറവ് പോലെ ഇങ്ങനെ തോന്നി, ഓൺലൈനായിട്ടാ പഠിക്കണേന്ന് പറഞ്ഞപ്പോഴേ. അപ്പൊ എന്തായാലും നിങ്ങൾ ലെറ്റർ കൊണ്ടുവരൂ, അവിടുന്ന് നമുക്ക് നോക്കാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പോയി നോക്കണം. ഇങ്ങനെ പലരും പറയും ഓൺലൈൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മുഖം ചുളിക്കുന്ന ഓൺലൈൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഓൺലൈൻ ആണല്ലോ. പക്ഷേ നമ്മൾ ടീച്ചേഴ്സ് അവിടെ പോയി പെർഫോം ചെയ്യില്ലേ? അപ്പൊ അവര് പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, നിങ്ങൾ ഓൺലൈൻ ആണ് തന്നെയാണോ പഠിച്ചതെന്ന് ചോദിക്കും അവര്. അങ്ങനെ എത്രയോ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടെന്ന് അറിയോ? അപ്പൊ അതേപോലെ ആയിരിക്കണം നമ്മൾ പോയി ക്ലാസ് എടുക്കേണ്ടത്. ഓൺലൈൻ പഠിച്ചെന്നല്ല, ഓൺലൈൻ ആയിക്കോട്ടെ, പക്ഷെ എങ്ങനെ നമ്മൾ പഠിപ്പിക്കുന്നു അതാണ്, അതിലാണ്, സ്കില്ലാണ്. അപ്പൊ അവര് ചോദിച്ചു, നിങ്ങൾ ഓൺലൈൻ തന്നെയാണോ പഠിപ്പിക്കുന്നേ, നിങ്ങൾ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ അവര് ഇവിടെ ഇങ്ങോട്ട് നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്തു. നമ്മള് സ്റ്റുഡൻസ് ഒക്കെ നമ്മൾ ഷെയർ ചെയ്യാറുള്ളത്. കാരണം ഓൺലൈൻ എന്ന് പറയുമ്പോൾ അറിയാലോ ടീച്ചിങ് പ്രാക്ടീസ് കുറവാണ്, എങ്ങനെയൊക്കെയാന്ന് നമുക്ക് അവർക്കൊരു ഐഡിയ ഉണ്ടാവില്ല. പക്ഷെ അത് നമ്മള് ക്ലാസ് എടുക്കുമ്പോഴാണ് അയ്യോ നിങ്ങൾ സൂപ്പർ ആണല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സന്തോഷമാണ് അല്ലെ? അതേപോലെയാണ് ഓൺലൈൻ എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ അവിടെ പോയിട്ട് എന്താ ചെയ്യാൻ, നന്നായിട്ട് പഠിപ്പിക്കാൻ, നന്നായിട്ട് പെർഫോം ചെയ്യാം. അങ്ങനെ അവർക്കത് ഓക്കെ ആണ്. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങളെ അടുത്തൊരു വേക്കൻസി വരുമ്പോൾ നിങ്ങൾ തന്നെ അവർ വിളിക്കും. ഷുവറാണ്. മിസ്സേ, ഞാൻ എന്റെ മോൻ LKG പഠിക്കുന്നേ. അപ്പൊ ഞാൻ ഇങ്ങനെ PTA മീറ്റിങ്ങിന് പോയപ്പോ അവിടെ HM ഒരു സിസ്റ്ററാ. അപ്പം മോണ്ടിസോറിയുടെ മെത്തേഡില ഇപ്പൊ പഠിപ്പിക്കുന്ന അവിടെയൊക്കെ. അപ്പൊ മോളെ പഠിപ്പിച്ച രീതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിലായിരുന്നു പഠിപ്പിക്കുന്നത്. ഇപ്പൊ എല്ലാം മോണ്ടിസോറി മെത്തേഡ് വെച്ച് തന്നെ പഠിപ്പിക്കുന്നേ. അപ്പം നമുക്ക് തന്നേക്കുന്ന കുറെ വർക്കുകളൊക്കെ ഇങ്ങനെ അവിടെ ആ സിസ്റ്ററും കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എല്ലാരും പോകാൻ തുടങ്ങിയപ്പോ ഞാൻ സിസ്റ്ററിനോട് ഇങ്ങനെ ചെന്ന് പറഞ്ഞു, ഞാനിങ്ങനെ മോണ്ടിസോറി ഇത് പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ആ സ്കൂളിലെ ഒരു ടീച്ചേഴ്സും, ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചേഴ്സും ഈ മോണ്ടിസോറി മെത്തേഡ് അനുസരിച്ച് പഠിച്ചിട്ടുള്ളതല്ലായിരുന്നു. അപ്പൊ ഞാൻ ചെന്ന് പറഞ്ഞപ്പോഴേക്ക് പറഞ്ഞു, കഴിഞ്ഞോ, എന്നാ ആപ്ലിക്കേഷൻ കൊടുത്തോളൂ എന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞില്ല, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ സിസ്റ്ററെ ഇങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു എന്തെങ്കിലും, ആ സിസ്റ്റർ എന്നോട് പറഞ്ഞു, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ എന്ത് ഡൗട്ട്, എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എന്നോട് വന്ന് ചോദിച്ചാൽ മതി, എല്ലാ ഹെൽപ്പും ഞാൻ ചെയ്തു തരാം. ഞാൻ ഓൺലൈനായിട്ടാ പഠിക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു. പറഞ്ഞു എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്യാം, ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പൊ അവിടുത്തെ ടീച്ചേഴ്സിനെ എല്ലാം ഈ സിസ്റ്റർ മോണ്ടിസോറി മെത്തേഡ് അനുസരിച്ച് ഓരോന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് അവർ ഓരോ ദിവസം ക്ലാസ് എടുക്കുന്നത്. അപ്പം മോണ്ടിസോറി പഠിച്ച ഒരാളെ പെട്ടെന്ന് കിട്ടുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള സ്കൂളുകൾ അന്വേഷിക്കുവാണെങ്കിൽ അവരെടുക്കുമെന്നാണ് തോന്നുന്നത്. കുഞ്ഞുങ്ങളുടെ എല്ലാ രീതികളും അനുസരിച്ച് തന്നെ പഠിപ്പിക്കുന്നവരെ കിട്ടുവാണെങ്കിൽ അവർക്ക് ഈസി ആവും. ഇപ്പൊ ആ സിസ്റ്റർ ടീച്ചേഴ്സിനെ പഠിപ്പിച്ചിട്ടാ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നേ. അപ്പൊ അങ്ങനെയുള്ള സ്കൂളുകൾ ഉണ്ടെന്ന് തോന്നുന്നു, എവിടെയെങ്കിലൊക്കെ കാണുമായിരിക്കും. അതെ, ഇപ്പൊ ശ്രദ്ധിക്കുകയാണെങ്കിൽ ശരിയാണ്. മോണ്ടിസോറി മെത്തേഡ് ഫോളോ ചെയ്തിട്ടല്ല ഇപ്പം പഠിപ്പിക്കുന്നത്. അത് നമുക്ക് അറിയാൻ പറ്റും അല്ലെ? അന്നൊന്നും നമ്മുടെ ആ ടൈമിലൊന്നും മോണ്ടിസോറി ഇത്രയും ഉണ്ട്, പക്ഷെ ഇത്രയും നമ്മള് എന്താണ് കുറച്ചുകൂടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിരുന്നില്ല അല്ലെ? പക്ഷെ ഇപ്പോ മോണ്ടിസോറി പഠിച്ചാൽ അത്യാവശ്യം നല്ല സ്കോപ്പ് ഉണ്ട്. അതും ഷമീസ കാണുന്നതിന് ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് തന്നെയാണ് പഠിപ്പിക്കുന്നത് അല്ലെ? എനിക്ക് കുറെയൊക്കെ മിസ്സിനെ നമുക്കറിയാലോ. അപ്പോ എന്താ പറയുന്നത്, അപ്പൊ നിങ്ങൾക്ക് ജോലി കിട്ടില്ല എന്നാരും വിചാരിക്കരുത് കേട്ടോ. നിങ്ങൾ പഠിക്കുന്ന കോഴ്സ് അത്രയും പവർഫുൾ ആണ്. അതിന്റെ കൂടെ തന്നെ നമുക്ക് പറയുന്ന സ്കില്ലും കൂടെ വേണം. അത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എത്ര പഠിച്ചു എന്ന് പറഞ്ഞാലും നമുക്ക് ആ സ്കില്ലുണ്ടല്ലോ, എങ്ങനെ പഠിപ്പിക്കണം, കുട്ടികളെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അതിലാണ് കാര്യം. ഓക്കെ, അപ്പൊ അതും കൂടെ നിങ്ങൾ കുറച്ചുകൂടെ നമ്മൾ എന്താണ് അതൊക്കെ ശ്രദ്ധിച്ച് അതിനും കൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഓരോ സ്കില്ലാണ്, ലാംഗ്വേജ് സ്കില്ല് വേണം, ടീച്ചിങ് സ്കില്ല് വേണം. ഇതെല്ലാം ഇപ്പോൾ ടീച്ചറിന് ആവശ്യമാണ്. കാരണം നമ്മുടെ ടീച്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ ടീച്ചറെ ഒബ്സർവ് ചെയ്യാനായിട്ട് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. ചുമ്മാ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല അവർ കേട്ടിരിക്കുന്നത്, സബ്ജക്ട് വൈസ് ഉള്ള കാര്യങ്ങളല്ല അവർ കേട്ടിരിക്കുന്നത്. നമ്മൾ പറയുന്ന എന്തും പറയും, എന്തും നമ്മൾ പൊട്ടത്തെറ്റ് പറഞ്ഞാൽ അവരത് അക്സെപ്റ്റ് ചെയ്യും.
അതാണ് ടീച്ചേഴ്സ്. അപ്പൊ നിങ്ങള് ചുമ്മാ അവിടെ പോയി പഠിപ്പിച്ചിട്ട് കാര്യമില്ല അല്ലെ. എല്ലാ കാര്യത്തിനെ കുറിച്ച് നമുക്ക് ഒരു അറിവ് വേണം. എല്ലാം ജനറൽ നോളജ് ആയിക്കോട്ടെ, എന്തും ആവട്ടെ, ഇതിനെ കുറിച്ച് നമ്മൾ അവെയർ ആയിരിക്കണം. കാരണം ഒരാളോട് പറയണം. ഒരാൾ മീൻസ് വരുന്ന ജനറേഷനാണ്. അവരോട് നമ്മൾ പറയുമ്പോൾ നോക്കി കണ്ടും പറയണം. പിന്നീട് ഒരിക്കലായിട്ട് ഞാൻ പറഞ്ഞ മിസ്റ്റേക്ക് ആണെന്ന് അവരോട് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. കാരണം അവർ ഓൾറെഡി അത് അക്സെപ്റ്റ് ചെയ്യും, രജിസ്റ്റർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്തൊരു കാര്യം നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കുക. ആയിക്കോട്ടെ, ഡേ ടു ഡേ നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കുക എന്ത് കാര്യം. കാരണം നമ്മള് പഠിപ്പിക്കാൻ പോകുന്ന അധ്യാപകരാണ് അല്ലെ. നമ്മളെ കണ്ടു വളരുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവർക്കൊരു മാതൃകയാണ് അല്ലെ, റോൾ മോഡൽ എന്ന് പറയാം. റോൾ മോഡൽ അല്ലെങ്കിൽ പോലും അവര് നമ്മൾ ഓരോ വാക്കുകളും അവർ ശ്രദ്ധിക്കുന്നുണ്ട്, ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി ആണ്. ചെറുതൊന്നല്ല, വളരെ വലുത്. അത്രയും ഒന്നും എനിക്കില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഇവിടെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നിങ്ങളോട് മാറ്റി പറയാൻ വേണ്ടി അല്ലെ. എനിക്ക് അയ്യോ അത് മിസ്റ്റേക്ക് ആണ് കേട്ടോ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെയാണ്. അവരോട് അയ്യോ ഇത് മിസ്റ്റേക്ക് ആണ് കേട്ടോ എന്ന് പറഞ്ഞ് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കുഞ്ഞുങ്ങളല്ലേ, കുഞ്ഞു മനസ്സാണ്. അപ്പൊ നിങ്ങൾ അത്രയും നന്നായിട്ട് ഓരോ കാര്യങ്ങള് റെഫർ ചെയ്തിട്ട് മാത്രം പഠിപ്പിക്കാൻ പോകും. എന്ത് കാര്യമാണ്, ഹെൽത്ത് വൈസ് ആയിക്കോട്ടെ, നമ്മുടെ സൊസൈറ്റി വൈസ് ആയിക്കോട്ടെ, എന്തും അല്ലെ. സബ്ജക്റ്റ് മാത്രമായിട്ടുള്ള നമ്മൾ ക്ലാസ് എടുക്കാൻ നോർമലി അല്ലാത്ത ക്യാഷ്വൽ ടോക്സ് നമ്മൾ പറയുന്നുണ്ട്. അത് പറയുമ്പോഴും കുട്ടികൾക്ക് നല്ലത് വരുന്ന രീതിയിൽ പറയണം. കുട്ടികൾക്കായിക്കോട്ടെ, സൊസൈറ്റി ആയിക്കോട്ടെ, നല്ലത് വരുന്ന രീതിയിൽ നമ്മൾ പറയണം എപ്പോഴും. ഓക്കെ, ഞാൻ ചുമ്മാ പറയുന്നതല്ല. എനിക്ക് നിങ്ങളോടേ പറയാൻ പറ്റും. നിങ്ങൾക്ക് അങ്ങനെയാണോ? നിങ്ങൾക്ക് ഒരുപാട് സ്റ്റുഡൻസിനോട് പറയാൻ പറ്റും. അതല്ല അവരെല്ലാം നിങ്ങൾ പറയുന്നത് കേൾക്കും. എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് കുട്ടികളുടെ കാര്യമാണ്. കുട്ടികൾ എന്ന് പറയുമ്പോൾ നമ്മള് പാരന്റ്സ് വളർത്തുന്ന രീതി വളരെ മോശമാണ് ഇന്നത്തെ കാലത്ത് അല്ലെ. ഫുൾ ടൈം ഫോണാണ്, പാരന്റ്സിന്റെ കയ്യിൽ ഫോൺ ഉണ്ട്, അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ടൈമില്ല, അവര് ബിസിയാണ്. ശരിയാണ്, എന്താണ് ജീവിതം കുട്ടിക്കാനുള്ള തിരക്കിലാണ്, അത് ഓക്കെ. പക്ഷെ അതിനിടയിൽ കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ അതെല്ലാരും നമ്മൾ കുഞ്ഞുങ്ങളോടും പറയാ. പിന്നെ ഫുഡിന്റെ കാര്യങ്ങള് എല്ലാരും അല്ലെ, ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അപ്പൊ എല്ലാ കാര്യങ്ങളും ടീച്ചറിനെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും. അത് കുട്ടികളെ മനസ്സിലേക്ക് എത്തിക്കാൻ പറ്റും, പാരന്റ്സ് മുന്നിലേക്ക് എത്തിക്കാൻ പറ്റും. അത് അക്സെപ്റ്റ് ചെയ്യുന്നോ ചെയ്യാതിരിക്കോ നമുക്ക് പറയാൻ പറ്റില്ല. സോ നമുക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ ഒരുപാട് കാര്യങ്ങൾ. അത് ടീച്ചേഴ്സിനെ കൊണ്ട് മാത്രമേ പറ്റൂ. അതുകൊണ്ട് എല്ലാ സ്കില്ലും ഉണ്ട്, കൂടെ ഈ ഒരു സ്കില്ലും കൂടെ വേണം, ജനറൽ നോളജ് വേണം. ഓക്കെ, ഞാൻ പറഞ്ഞു വിവരവും വിദ്യാഭ്യാസവും കോമൺ സെൻസ് ഇങ്ങനെ വേണം. അപ്പൊ നല്ലൊരു ടീച്ചർ ആകുക. നല്ലൊരു ടീച്ചർ എന്ന് പറയുമ്പോൾ സബ്ജക്ട് പഠിപ്പിച്ചു, സബ്ജക്റ്റിൽ ഒരു ഫുൾ മാർക്ക് കിട്ടുന്ന നല്ല ടീച്ചർ അല്ലെ. അതെല്ലാവർക്കും നല്ല ടീച്ചർ കേട്ടാ. അറിയാലോ, അതൊക്കെ ഞാൻ പറഞ്ഞതിന്റെ ആവശ്യമില്ല നിങ്ങൾക്ക് കൂടെ. എന്റെ മോനെ ആ സബ്ജക്റ്റിന് ഫുള്ളാണ്, സോ നല്ല ടീച്ചറാണ്, അങ്ങനെയല്ല. ഞാൻ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ അതേപോലെയൊക്കെ നന്നായിട്ട് ഫോളോ ചെയ്യാം. ഈഗോ നമുക്ക് ആവശ്യമില്ലാത്ത കുറേ ഇമോഷൻസ് അതൊന്നും നമുക്ക് വേണ്ട. എന്ത് കാര്യങ്ങൾ നമ്മള് ഇപ്പൊ ഒരാളിപ്പോ സീരിയസ് ആയിട്ടാണോ, ചുമ്മാ തമാശക്കാണോ, എന്തെങ്കിലും ആവട്ടെ, അത് ചിലപ്പോ പുള്ളിയുടെ ചിലപ്പോ നേരത്തുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കണം, റിയലൈസ് ചെയ്യാം. ഏതൊരു സിറ്റുവേഷൻ റിയലൈസ് ചെയ്യാനുള്ള കഴിവ് നമുക്ക് വേണം. ഓക്കെ, അത് സ്പോട്ടിൽ മറുപടി കൊടുക്കാനല്ല വേണ്ടത്. ഒന്ന് ആലോചിക്കുക, അല്ലെങ്കിൽ നമ്മളൊന്ന് റീതിങ്ക് ചെയ്തിട്ട് മാത്രം ഒന്ന് സംസാരിക്കുക. അത് ഫസ്റ്റ് ടൈം ആയത് മാത്രം നമ്മൾ റീതിങ്ക് ചെയ്യും. പിന്നെ നോർമലി നമ്മുടെ ഹാബിറ്റ് ആയിട്ട് മാറും, നമ്മുടെ പെരുമാറ്റം മാറും, നമ്മുടെ ബിഹേവിയർ മാറും, ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് വരും. ഓക്കെ, അപ്പോ റിയലൈസേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് നമ്മൾ ആരുടെ മുന്നിലും താഴ്ന്നു കൊടുക്കേണ്ടി വരില്ല. എന്താണ് ഇപ്പോ ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്ക് പറഞ്ഞു, ഞാൻ തെറ്റ് പറഞ്ഞു വിചാരിക്കും, അല്ലെങ്കിൽ ഞാനെടുത്ത മോശം മിസ്റ്റേക്ക് ആയിരുന്നു വിചാരിക്കും. ഞാൻ എന്റെ കാര്യം ഇത് നടക്കുന്ന സംഭവമേ അല്ല, ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യും. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ ഇപ്പൊ എടുക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മളിപ്പോ സംസാരിക്കുന്ന കാര്യം ചിലപ്പോ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താ ചെയ്യാ? ഒരു സാധാരണ ഒരു നോർമൽ ഒരു ഹ്യൂമൻ ബീയിങ് എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് ആലോചിച്ച് നോക്കി. നേരിട്ട് പറയണോ? പൊതുവെ കുറവായിരിക്കും അല്ലെ. അല്ലെങ്കിൽ ഒരാള് എന്തെങ്കിലും മോശമായി പെരുമാറി നമ്മൾ നേരിട്ട് പറയും.
പണ്ടാണെങ്കിൽ പറയില്ല, പക്ഷെ ഇപ്പഴേ നമ്മൾ കേട്ടു. അതെ, ഇപ്പൊ നേരിട്ട് പറയും. പണ്ട് പറയില്ല, പണ്ട് നമ്മൾ വളഞ്ഞിങ്ങനെ പോകുള്ളൂ, നേരിട്ട് പറഞ്ഞ അങ്ങനെയാ. അത് ആ പുള്ളി പറഞ്ഞ ആ ഒരു ടോണിൽ തന്നെ നമ്മൾ തിരിച്ച് റിപ്ലൈ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോ ഒരു പുള്ളി എന്താണ് ഒരാള് നമ്മൾ ദേഷ്യപ്പെട്ടായിരിക്കും സംസാരിക്കുക, അതുപോലെ സിറ്റുവേഷൻ മനസ്സിലാക്കാം. അതേപോലെ നമ്മൾ സെയിം ആയിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അവരും നമ്മൾ തമ്മിൽ യാതൊരു എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഒരിക്കലും. റിയലൈസ് ചെയ്യാം, അത്രയേ ഉള്ളൂ. അത് പുള്ളി തെറ്റ് പറഞ്ഞു, ഇങ്ങനെയാണ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അത് ദേഷ്യത്തോടൊന്നുമല്ല, അങ്ങനെ സമാധാനമായിട്ട് കാമായിട്ട് നമ്മുടെ ക്യാരക്ടർ അങ്ങനെയാണ്. നമ്മൾ പിന്നെ പയ്യെ പയ്യെ അങ്ങനെ മാറും. ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് വരും ലൈഫിൽ. നല്ല സ്വഭാവങ്ങൾ അല്ല എന്ന് തോന്നുന്ന പലതും നമുക്ക് മാറ്റാൻ പറ്റും, ഇനിയും മാറ്റാൻ പറ്റും. ഓക്കെ, കാരണം നിങ്ങൾക്ക് മാത്രമേ അറിയൂ. നിങ്ങളെക്കാളും നന്നായിട്ട് നിങ്ങളെ ആർക്കും അറിയില്ല. ശരിയല്ലേ? അതെ മിസ്, ഞാനൊക്കെ ഇപ്പൊ നല്ലോണം മാറി മിസ്. മിസ് പറഞ്ഞ പോലെ ഞാൻ അങ്ങനെ ആരോടും ഷൗട്ടൊന്നും ചെയ്യാറുണ്ടായിരുന്നില്ല. എന്നാലും ഇപ്പം എന്താ പറയണ, എന്തിനും ഒരു ആശ ചിന്തിച്ചിട്ട് മിസ് പറഞ്ഞ പോലെ തന്നെ ഒന്ന് റീതിങ്ക് ചെയ്തിട്ടേ റിപ്ലൈ കൊടുക്കത്തുള്ളൂ. അത് ഞാൻ നേരത്തെ അങ്ങനെ ഷൗട്ട് ചെയ്യണില്ല, ഞാൻ അങ്ങനെ പ്രശ്നങ്ങളിൽ പോയി ചാടാറില്ല. അല്ല ഞാൻ പറയണേണ്. അപ്പൊ എന്തുണ്ടെങ്കിലും ഇപ്പം വീട്ടിലാണെങ്കിലും ചേട്ടന്റെ കാര്യത്തില് എപ്പോഴും എന്തെങ്കിലും ഞോണ്ടിക്കൊണ്ട് വരും. അപ്പൊ മിണ്ടാണ്ടിരിക്കും. കുറച്ചേരം കഴിഞ്ഞ് ഒന്ന് നല്ലോണം ചിന്തിച്ച് കഴിഞ്ഞിട്ടേ മറുപടി കറക്റ്റ് ആയിട്ട് കൊടുക്കത്തുള്ളൂ. വെറുതെ പ്രശ്നം ഉണ്ടാവണ്ട എന്നുള്ള രീതി സ്മൂത്ത് ആയിട്ട് പോകാനായിട്ട് നമ്മളൊന്ന് തിങ്ക് ചെയ്യാൻ തുടങ്ങി. പിന്നെ മിസ് ഈ മോണ്ടിസോറിയുടെ ഇല്ലേ, നമുക്ക് അവിടെ ചെല്ലുമ്പോ പഠിക്കാനുള്ള എന്തെങ്കിലും ടെക്സ്റ്റ് ബുക്ക് അങ്ങനെ വല്ലതും ഉണ്ടാവും മിസ്? അപ്പൊ നമ്മളിപ്പോ ഇവിടെ ഇങ്ങനെയൊക്കെ പഠിക്കണ അത് കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോ പ്രത്യേക പാറ്റേൺ അങ്ങനെ വല്ലതും തരുമോ? അങ്ങനെയൊക്കെ ഉണ്ടോ സ്കൂളുകളിൽ? ഓരോ സ്കൂളുകളിൽ ടെക്സ്റ്റ് ബുക്ക് പോലെ നമ്മ ഇപ്പൊ അവിടെ ചെല്ലണമെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും? സിലബസ് ഉണ്ടാവുമല്ലോ, സിലബസ് ഉണ്ടാവും. പിന്നെ പ്രാക്ടിക്കൽ സെക്ഷൻ ആണെങ്കിലും രജിസ്റ്റർസ് കാണിച്ചു തരും, അങ്ങനെയൊക്കെയാണ് ഓരോ അറിയാൻ പറ്റും. എന്തായാലും അവിടെ സിലബസ് ഉണ്ടാവും അല്ലെ? ഏത് സ്കൂളിലാണെങ്കിലും ഓരോരോ സിലബസ് ഉണ്ടാവും അല്ലെ? ഇവിടെയാണ് നിങ്ങൾക്ക് സിലബസ് ടീച്ചേഴ്സിന് ഫോളോ ചെയ്യാൻ ബുക്സ് ഉണ്ടാവും കുട്ടികൾക്ക് അല്ലെ മാം? കുട്ടികൾക്ക് കൊടുക്കുന്നതോടൊപ്പം ഒരു റെഫറൻസ് പോലെ അപ്പൊ പിന്നെ കുഴപ്പമില്ല. നമ്മൾ തന്നെത്താനെ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അതിന് ബുദ്ധിമുട്ടുള്ളൂ. ടീച്ചിങ് പ്ലാൻ സെറ്റ് ചെയ്യണം, ടീച്ചിങ് പ്ലാൻ ഉണ്ട്, എല്ലാം ചെയ്യണമല്ലോ. അല്ല ഞാൻ പറയണേ, ബുക്സ് ഉണ്ടെങ്കിൽ നമുക്ക് അത് റെഫർ ചെയ്ത് ചെയ്യാനല്ലോ. ഇപ്പോഴേ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കണേ അല്ലേ മിസ്സേ? ഓരോന്നും നമ്മൾ ഇപ്പോഴേ റെഡി ആയിക്കൊണ്ടിരിക്കണേ. പിന്നെ എല്ലാം എക്സ്പീരിയൻസ് ആണ്. നമ്മള് ഫസ്റ്റ് ടൈം എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്താലൊരു ടെൻഷൻ അടിക്കണ്ട, അതിൽ നിന്നാ പഠിക്കുള്ളൂ. മിസ്റ്റേക്ക് ആണ് മെയിൻ, മിസ്റ്റേക്ക് വരുത്തണം എന്നാ പറയാ. അതുപോലെ തന്നെ കപ്പൾസോ, ഈ കപ്പൾസോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡേഞ്ചറാട്ടോ. എല്ലാവരും നിൽക്കുന്ന ഒരു സീറ്റ്സോ അല്ലെങ്കിൽ കപ്പൾസോളോ ആണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ പുറത്തിറങ്ങാം, എന്നാൽ മാത്രം നമ്മൾ രക്ഷപ്പെടും. നമ്മങ്ങനെ നിന്നു, മനസ്സിലായോ? അതുപോലെ തന്നെ എവിടെയെങ്കിലും ജോലി കിട്ടണമെങ്കിൽ കയറിക്കോളണം. ശമ്പളം കുറവാന്ന് പറഞ്ഞ് കയറാണ്ടിരിക്കരുത്. പിന്നീട് കിട്ടുന്ന സാലറി അവര് കൂട്ടിക്കോളും. നമ്മള് ഫസ്റ്റ് എക്സ്പീരിയൻസ് കുറവാന്ന് പറഞ്ഞിട്ട് അവര് സാലറി കുറയ്ക്കണത്. നമ്മൾ എടുത്തു കഴിയുമ്പോ നമ്മുടെ പെർഫോമൻസ് കാണുമ്പോഴത്തേക്കും എല്ലായിടത്തും എടുക്കും, സാലറി ഒക്കെ കൂട്ടിത്തരും. അവിടെ സെറ്റായി, അവിടെ കംഫർട്ടാണ്, കമ്പനിയാണ്, അങ്ങനെയൊക്കെയാണെങ്കിൽ കംഫർട്ടായി. എന്നാലും അവിടെ തന്നെ നിന്ന് പോകരുത്. അവിടെ നിന്ന് പയ്യെ മാറും. ബെറ്റർ ഓപ്ഷൻ അല്ലെ? നമുക്ക് വേണ്ട ബെറ്റർ ഓപ്ഷൻ ആണ്. മാറിക്കൊണ്ടേയിരിക്കുക, എന്നോട് തന്നെ നിൽക്കരുതട്ടോ, പെട്ടുപോകും. അതെ, എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കയറി പറ്റണം ആദ്യം. വെറുതെ നമ്മ സാലറി എന്ന് പറഞ്ഞ് നിൽക്കരുത്. ഇത് കഴിയുമ്പോ തന്നെ കയറി കഴിഞ്ഞാലാണ് അടുത്ത ലെവലിൽ നമുക്ക് അടുത്ത സ്കൂളിൽ അവര് പറയുമല്ലോ അവിടെ പഠിപ്പിക്കണ്ടായിരുന്നു എന്നുള്ളൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അവ പറയുമല്ലോ, നമ്മൾ അവിടെ പഠിപ്പിച്ചെന്ന് പറയുമ്പോൾ അടുത്ത സ്കൂളിലോട്ടുള്ള ചാൻസ് വെക്കാൻ കിട്ടും. അതുകൊണ്ട് ആരും സാലറി കുറവാന്ന് പറഞ്ഞ് കിട്ടുന്ന അവസരം പാഴാക്കരുത്. ആദ്യം കയറുമ്പോ ഏത് ജോലിക്കാണെങ്കിലും സാലറി കുറവാണ്. ട്രെയിനി ആയിട്ടൊക്കെ എടുക്കത്തുള്ളൂ 3 മാസം ഓരോ സ്ഥലങ്ങളിൽ, എന്ത് ജോലിയാണെങ്കിലും. അത് കഴിഞ്ഞിട്ടാ സാലറി. എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. പിന്നെന്താ, വേറൊന്നും പറയാനില്ലോ? ഉറക്കം വരുന്നുണ്ടോ? എനിക്ക് ഉറക്കം വന്നില്ല കേട്ടോ മിസ്സേ. മിസ്സിന് ഉറക്കം വരുന്നുണ്ടോ? ഉറക്കം വരുന്നത് ഫുഡ് എന്ത് കഴിച്ച കുറച്ച് കൂടി
മാമിന് ഇപ്പൊ ചിക്കുവിന്റെ ഉറക്കം സൗണ്ട് വരുന്നുണ്ട്. കേൾക്കണം. ചിക്കുവാണ്. അയ്യോ, ഞാൻ കുക്കിംഗ് ഉണ്ടായിരുന്നു, ഇപ്പൊ വന്നതേ ഉള്ളൂ. അതാ ഒന്നും മിണ്ടാൻ സൗണ്ട് പറ്റത്തില്ല. കേൾക്കണം. ചിക്കുവിനും കൂടി ഇവിടെ വേണ്ടി ഞാൻ സംസാരിക്കും. നോമ്പല്ലായിരുന്നു, അപ്പം ടൈമിംഗ് ഒക്കെ മാറിയോണ്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും. നോമ്പ് ഇവിടെ മാം നോമ്പ് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. മഞ്ജു ഏറ്റെടുത്തു, മൈക്ക് തരുന്നേയില്ല. ചിക്കു ഇല്ലാത്ത പറയുമ്പോ മാം ഞാനകത്തി. എന്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയാം. എന്റെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ട് നമ്മൾ പഠിച്ച് നമ്മളൊരു സർട്ടിഫിക്കറ്റ് കുറെ എന്തുവാ പറയുന്നത് കാണാപ്പാഠം പഠിച്ച് ടോപ്പ് മാർക്ക് വാങ്ങി എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമുക്ക് ഒരു ഒരു സിറ്റുവേഷൻ വന്ന് അത് ടാക്കിൾ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റണം. ഒരു ടീച്ചേഴ്സിന് ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടതായിട്ടോ. ഞാൻ ഡെയിലി ഞാൻ കാണുന്നതാണ്. അതുകൊണ്ട് ഒരുപാട് പ്രോബ്ലംസ് വരും. അതെങ്ങനെ ടാക്കിൾ ചെയ്ത് മുന്നോട്ട് പോകണം. പിന്നെ ഈ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ ഒക്കെ ജസ്റ്റ് ഒരു ക്രൈറ്റീരിയ, ഒരു പോയിന്റ് വരെ ഉള്ളൂ. അത് കഴിഞ്ഞ് നമുക്കൊന്ന് കയറാനുള്ള ഒരു പോയിന്റ് വരെ മാത്രം അത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ കഴിവാണ് നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കി അവിടെ നിർത്തുന്നത്. നമുക്ക് കഴിവുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ആ കഴിവ് വെച്ച് ഒരു ക്വാളിഫിക്കേഷൻ, അത് ആ ജോബിന് വേണ്ട ക്വാളിഫിക്കേഷൻ മാത്രമാണ്. അപ്പൊ എനിക്ക് ഇവരോട് എല്ലാവരോടും പറയാനുള്ളതും നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അല്ലെ, മെയിൻ ആയിട്ട് ലാംഗ്വേജ്, അതാണ് വേണ്ടത്. ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യണം, നന്നായിട്ട് സംസാരിക്കണം. ടീച്ചേഴ്സിന് വേണ്ട ആദ്യത്തെ കഴിവാണ് മെയിൻ ആയിട്ട് സംസാരിക്കണം. നന്നായിട്ട് സംസാരിക്കണം. വരുന്ന സിറ്റുവേഷനെ നന്നായിട്ട് ഫേസ് ചെയ്യണം. പ്രത്യേകിച്ച് ഫീമെയിൽസ് നന്നായിട്ട് അവർക്ക് ഓരോരോ പ്രോബ്ലംസ്, അത് ടീച്ചിങ് പ്രൊഫഷനിൽ ഒരുപാട് പ്രോബ്ലംസ് വരാറുണ്ട്. അത് നന്നായിട്ട് ഫേസ് ചെയ്ത് മുന്നോട്ട് പോയാലേ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഒരു എന്തുവാ നമുക്ക് അവിടെ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ താഴെ പോകും, ഉറപ്പായിട്ടും നമ്മൾ താഴെ പോകും. ഇതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ലാംഗ്വേജ് സ്കിൽ എന്തായാലും വേണം കേട്ടോ. ചുമ്മാ ഇംഗ്ലീഷ് വെറുതെ ആണെന്ന് ചിന്തിക്കരുത്. ഇംഗ്ലീഷ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. യെസ് മാം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നന്നായിട്ട് ലാംഗ്വേജ് കൈകാര്യം ചെയ്യാൻ പഠിക്കണം. എന്നാലേ നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ ഒന്ന് സ്റ്റാൻഡ് ചെയ്ത് നിൽക്കാൻ പറ്റത്തുള്ളൂ. ഫസ്റ്റ് അതാണ് വേണ്ടത്. ഇപ്പൊ ഇംഗ്ലീഷ് പഠിക്കുന്ന അതൊരു സബ്ജക്റ്റ് ആയിട്ട് മാത്രം പഠിക്കരുതെന്നാണ് എനിക്ക് ഫ്രണ്ട്സിനോടൊക്കെ പറയാനുള്ളത്. നന്നായിട്ട് അത് യൂസ് ചെയ്യാൻ പഠിക്കണം. അതെ മിസ്, അതാണ് എന്റെ സങ്കടം. ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ പോയി ചേർന്നാലോ എന്നൊക്കെ ആലോചിച്ചായിരുന്നു. പഠിക്കാനോ ഏത് ഇംഗ്ലീഷ് ക്ലാസ്സിൽ ചേർന്നിട്ട് കാര്യമില്ല. ഡെയിലി യൂസ് ചെയ്ത് നമ്മൾ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലേ നമുക്ക് അവിടെ പോകുമ്പോ വരത്തുള്ളൂ. അവര് യൂസ് ചെയ്യുമല്ലോ. അത് ഓൺലൈനിൽ ചേരാനേ പറ്റത്തുള്ളൂ. അത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കണേ. അവര് ഫോഴ്സ് ചെയ്യും, പഠിക്കാൻ പറയും, സംസാരിക്കാൻ പറയും. പക്ഷെ നമ്മൾ പറയുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാ? ഞാൻ പറയുമല്ലോ, മിസ്സിനെ അറിയാലോ, എന്റെ വായ പൂട്ടി വെക്കാൻ പറ്റത്തില്ല. ട്രൈ ചെയ്യാം മിസ്. ഓക്കെ, ട്രൈ ചെയ്യാം. നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം, ബേസിക് അറിഞ്ഞിരിക്കും. അതൊക്കെ നമുക്ക് സംസാരിക്കാനൊക്കെ പഠിക്കാം. എന്നെ കൊണ്ട് നടക്കില്ല കേട്ടോ. മീൻസ് ഫുള്ള് നമ്മുടെ സിലബസ് എല്ലാം പഠിപ്പിച്ച് വരുമ്പോൾ സംസാരിക്കാനുള്ള ടൈം കിട്ടുമെന്ന് സംശയമാണ്. എന്നാലും ഞാൻ മാക്സിമം നോക്കുന്നുണ്ട്. കുറച്ച് ഡെയിലി സെന്റൻസ് ഒക്കെ ഉണ്ട്, ഞാൻ പതുക്കെ നമുക്ക് തരാം. ഓക്കെ, ക്ലാസ്സിനിടയിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സെന്റൻസ് വെക്കണം. ഞാൻ തരാം കേട്ടോ, നോട്ട്സ് തരാം. ഇത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അത് വെച്ച് നമുക്ക് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം, പറയാം, പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ ഓക്കെ മിസ്. ഓക്കെ, അപ്പൊ ഫൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ് ഉണ്ട്. പറയാം, സൈൻ ഔട്ട്. ആരെങ്കിലും പറയേ, ഞാൻ തന്നെ പറയണോ? ആരെങ്കിലും ഒക്കെ പറയട്ടെ എന്ന് വെച്ചാ മിസ് എപ്പോഴും ഒരു മിണ്ടാണ്ടിരിക്കും. താങ്ക് യു മാം. ഇന്ന് നമ്മള് ഫ്രണ്ട്സും എല്ലാവരും ഇനി നെക്സ്റ്റ് എന്ത് വേണം എന്നുള്ളതിനെ കുറിച്ച് നല്ലോണം ഡിസ്കസ് ചെയ്തു. അപ്പൊ കിട്ടിയ ഇൻഫർമേഷൻ ഒക്കെ വെച്ചിട്ട് നല്ലോണം ആലോചിച്ചിട്ട് ബെറ്റർ ആയിട്ട് ഓപ്ഷൻസ് ഉണ്ടാവുമ്പോൾ ചാടിക്കറി ക്ലിക്ക് ചെയ്യുക. കാത്തിരിക്കാതെ വേഗം മുന്നോട്ട് പോകാൻ നോക്കുക. താങ്ക് യു മാം. താങ്ക് യു ഫോർ ദി advices, support, everything. Okay, yeah. So thank you all. See you in the next class tomorrow. Okay, bye. Bye.